गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः गुरुर्साक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। अद्वैतानंद चिन्मात्र ज्योतिर्नारायणात्मकम् चकास्तु धर्मबोधाय നിത്യമവ്യാഹതാത്മനാം. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ശ്രീനാരായണ ധർമ്മം കൃതിയാണ് നമ്മൾ അധ്യയനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കൃതിയിലെ 5-ാമത്തെ അധ്യായത്തിന്റെ പേര് ആശ്രമ ധർമ്മം എന്നാണ്. ഈ കൃതിയിൽ ഗുരുദേവൻ ആശ്രമങ്ങളെ കുറിച്ച്, ഈ അധ്യായത്തില് ആശ്രമങ്ങളെ കുറിച്ച് സാമാന്യമായിട്ട് ഓരോന്നിനെയും പരിചയപ്പെടുത്തുകയാണ്. അടുത്ത അധ്യായം തൊട്ട് 6-ാമത്തെ അധ്യായം തൊട്ട് ഓരോ ആശ്രമങ്ങളെയും സവിസ്തരം പ്രതിപാദിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിൻ്റെ ഒരു ആമുഖമായിട്ട് മനസ്സിലാക്കി, ഭാരതീയ ഒരു ജീവിത വീക്ഷണത്തില് വരുന്ന ഒരു പടവാണ് വർണ്ണാശ്രമ ധർമ്മം എന്നുള്ളത്. വർണ്ണം എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിക്ക് 4 പ്രകാരത്തിലുള്ള വർണ്ണങ്ങൾ വന്നു ചേരാം. ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്നിവ. അതുപോലെ തന്നെ ഒരു വ്യക്തിക്ക് 4 പ്രകാരത്തിലുള്ള ആശ്രമങ്ങളുമുണ്ട്. ബ്രഹ്മചര്യ ആശ്രമം, ഗാർഹസ്ഥ്യ ആശ്രമം, വാനപ്രസ്ഥ ആശ്രമം, അതിനുശേഷം ചതുർത്ഥാശ്രമമായ സന്യാസാശ്രമം. ഇതില് വർണ്ണത്തെക്കുറിച്ച് ചില ഭിന്നങ്ങളായ കാഴ്ചപ്പാടുകളുണ്ട്. വളരെ പ്രബലമായ ഒരു പക്ഷം സമർത്ഥിക്കുന്നത് ഒരു വ്യക്തിയിലെ ഒരു ജീവിതകാലത്ത് 4 പ്രകാരത്തിലുള്ള ആശ്രമങ്ങൾ കടന്നു വരാം. ഒരു വ്യക്തി ഗുരുകുല വിദ്യാഭ്യാസ കാലത്ത് അദ്ദേഹത്തെ ബ്രഹ്മചാരി എന്ന് അറിയപ്പെടുന്നതിന് ശേഷം കല്യാണം കഴിച്ച് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഗൃഹസ്ഥാശ്രമിയായിട്ട് അറിയപ്പെടുന്നു. അതേ തുടർന്ന് അദ്ദേഹം വാനപ്രസ്ഥവും പിന്നീട് അവസാന സന്യാസത്തെയും സ്വീകരിക്കുന്നു. ഇതെല്ലാ വ്യക്തികളിലും അനിവാര്യമായിട്ട് മാറി മാറി വരുന്ന 4 ആശ്രമങ്ങളാണ്. പക്ഷെ വർണ്ണത്തിന്റെ കാര്യം വരുമ്പോൾ അതങ്ങനെ സംഭവിക്കുന്നില്ല എന്ന് പറയുന്നു. ഒരു വ്യക്തിയിൽ ഒരു വർണ്ണം മാത്രമേ സംഭവിക്കൂ. ആ വ്യക്തി ഏത് ഗോത്രത്തിലാണ് ജനിച്ചത്, ഏത് കുലത്തിലാണ് ജനിച്ചത്, ആ കുലം ബ്രാഹ്മണ വർണ്ണമാണെങ്കിൽ ആജീവനാന്തം ആ വ്യക്തി ബ്രാഹ്മണൻ തന്നെയായിരിക്കും. ആ വ്യക്തി ബ്രാഹ്മണൻ തന്നെയായിരുന്നിട്ട് ബ്രഹ്മചാരിയാകാം, ഗൃഹസ്ഥനാകാം, സന്യാസിയാകാം. പക്ഷെ അദ്ദേഹത്തിന്റെ വർണ്ണം മാറില്ല, അത് ബ്രാഹ്മണ്യം തന്നെയായിരിക്കുമെന്ന് വളരെ പ്രബലമായ ഒരു പക്ഷം സമർത്ഥിക്കുന്നു. ഒരു വ്യക്തി ജനിച്ച ഒരു കുലം, ഒരു ഗോത്രം, അത് ചാതുർവർണ്ണ്യ സിദ്ധാന്ത പ്രകാരം അത് ക്ഷത്രിയ വർണ്ണത്തിലാണെന്ന് മാനിക്കപ്പെടുകയാണെങ്കിൽ ആ വ്യക്തി ആജീവനാന്തം ക്ഷത്രിയൻ എന്നറിയപ്പെടുന്നു. ആ വ്യക്തി സന്യാസിയോ ബ്രഹ്മചാരിയോ ആരുമായിക്കൊള്ളട്ടെ, ആ വ്യക്തിയെ ക്ഷത്രിയൻ എന്നാണ് അറിയപ്പെടുന്നത് എന്ന് പറയുന്നു. അപ്പൊ ഇത് വർണ്ണവാദത്തിന്റെ ചില ഒരു സങ്കീർണമായ കാഴ്ചപ്പാടുകളാണ്. കാരണം വേദമതപ്രകാരം ഈ 4 വർണ്ണത്തെ പറഞ്ഞിട്ടുള്ളൂ. ബ്രാഹ്മണ്യം, ക്ഷത്രിയ, നമ്മളത് പലതവണ ചർച്ച ചെയ്ത കാര്യമാണ്. പക്ഷെ ഈ 4 വർണ്ണത്തില് ഏതേത് ജാതികൾ വരുന്നു എന്നിവിടെയും പറഞ്ഞിട്ടില്ല. അതായത് 4 കോളം ഉണ്ടാക്കി. അതില് ബ്രാഹ്മണൻ എന്ന് പറയുന്ന ആ കോളത്തില് ഇന്ന ജാതികൾ വരുന്നു. ഓരോ സംസ്ഥാനത്തെ, ഇപ്പൊ കേരളത്തിലെ ജാതികള്, തമിഴ്നാട്ടിലെ ജാതികള്, അതിൽ ഇന്ന ജാതികള് ബ്രാഹ്മണൻ എന്ന് പറയുന്ന കോളത്തിൽ വരുന്നു എന്നുള്ളത് വൈദിക മതം പറഞ്ഞിട്ടില്ല. മറിച്ച് പിന്നീട് കാലാന്തരത്തില് ഇവിടെ ഉണ്ടായിരിക്കുന്ന ചില സംഭവവികാസങ്ങളെ തുടർന്ന് ഓരോരോ വിഭാഗങ്ങൾ, ഞങ്ങൾ ബ്രാഹ്മണരാണ്, ഞങ്ങൾ ക്ഷത്രിയരാണ്, ഞങ്ങൾ വൈശ്യരാണ്, ഞങ്ങൾ സ്വയം ശൂദ്രരാണ്, പിന്നോക്കാരാണെന്ന് സ്വയം മുദ്ര കുത്തി അങ്ങനെയാണ് വർഗീകരണം ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഈ വർണ്ണവാദത്തിൽ വലിയ പ്രസക്തിയില്ല നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഒരു കാലഘട്ടത്തിൽ ശൂദ്രവർണം എന്നറിയപ്പെടുന്ന ജാതികള് പിന്നീട് 10-20 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് തന്നെ ക്ഷത്രിയ വർണം എന്ന ജാതിയിലായിട്ട് അറിയപ്പെടും. അവര് പിന്നീട് കുറെ പോയി കഴിഞ്ഞാൽ വൈശ്യർ എന്നറിയപ്പെടും. അപ്പൊ ഇതിങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു പക്ഷം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജന്മം കൊണ്ട് തന്നെയാണ് ഒരാൾക്ക് വർണ്ണം ലഭിക്കുന്നത്. അതുകൊണ്ട് ഏത് ജാതിയിലാണ്, ഗോത്രത്തിലാണ് ജനിച്ചത്, അതൊരിക്കലും മാറുന്നില്ല എന്ന് സമർത്ഥിക്കുന്ന ഒരു പക്ഷമുണ്ട്. ഇനി മറുപക്ഷം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ ഉള്ളില് ഒരു വ്യക്തിക്ക് ആശ്രമങ്ങൾ മാറി മാറി വരുന്നത്.
അദ്ദേഹം ബ്രഹ്മചാരിയാകുന്നു, അനന്തരം ഗൃഹസ്ഥനാകുന്നു, അനന്തരം വാനപ്രസ്ഥിയാകുന്നു, സന്യാസിയാകുന്നു. ഇതേപോലെ തന്നെ വർണ്ണത്തിന്റെ കാര്യത്തിലും ഒരു വ്യക്തിക്ക് മാറ്റം വരാം എന്ന് പറയുന്നു. ആ വ്യക്തിയുടെ ഗുണഘടന ഗുണഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 പ്രകാരത്തിലുള്ള ഗുണങ്ങൾ ഉണ്ട് എന്ന് നമുക്കറിയാം. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. ഇവയുടെ അനുപാതത്തിൽ വരുന്ന മാറ്റങ്ങളുണ്ട്. ആ അനുപാതത്തിൽ വരുന്ന മാറ്റം കൊണ്ട് ഒരു വ്യക്തിയെ നമുക്ക് ബ്രാഹ്മണൻ എന്ന് പറയാം. ആ വ്യക്തി ഏത് ജാതിയിലോ ഗോത്രത്തിലോ ജനിച്ചോട്ടെ, ആ വ്യക്തിയിൽ ഗുണഘടന ബ്രാഹ്മണ വർണ്ണത്തിന് അനുകൂലമാണെങ്കിൽ ആ വ്യക്തി ബ്രാഹ്മണനായിരിക്കും. ഗുണഘടന ക്ഷത്രിയ വർണ്ണത്തിന് അനുകൂലമാണെങ്കിൽ ആ വ്യക്തി ക്ഷത്രിയനായിരിക്കും. ഗുണഘടന വൈശ്യവർണ്ണത്തിന് അനുകൂലമാണെങ്കിൽ ആ വ്യക്തി വൈശ്യനായിരിക്കും. അപ്പൊ ഒരു വ്യക്തി ഒരു സമയത്ത് ആ വ്യക്തിയിൽ നല്ല രീതിയിൽ ബ്രാഹ്മണ വർണ്ണത്തോട് അനുകൂലമായ ഒരു ഗുണഘടന ഉണ്ടെന്ന് കരുതുക. അപ്പൊ ആ വ്യക്തിക്ക് എന്ത് സംഭവിക്കുന്നു? പിന്നീട് ആ വ്യക്തി ആന്തരികമായി പരിവർത്തനം വരുത്തി, അല്ലെങ്കിൽ എന്തെങ്കിലും സാഹചര്യങ്ങൾ സമ്മർദ്ദം കാരണം ആന്തരികമായ ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ ആ വ്യക്തി തന്നെ ബ്രാഹ്മണൻ തന്നെ ശൂദ്രനുമായിട്ട് മാറാം എന്ന് ചില വാദക്കാർ പറയുന്നു. അപ്പൊ അവരതിന് ഒരുപാട് ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാറുണ്ട്. ഉദാഹരണത്തിന് അർജുനൻ വില്ലാളി വീരനാണ്, ക്ഷാത്ര വീരനാണ്. അപ്പൊ അർജുനൻ യുദ്ധം ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഗുണഘടന ക്ഷത്രിയ വർണ്ണമാണ്, ക്ഷത്രിയ സ്വഭാവത്തോട് കൂടിയാണ്. അപ്പൊ ആ സമയം അദ്ദേഹത്തെ ക്ഷത്രിയൻ എന്ന് പറയും. അതേ അർജുനൻ കാട്ടിൽ പോയി ദീർഘകാലം തപസ് ചെയ്തിട്ടുണ്ട്. എത്രയോ കാലം, വനവാസ കാലത്ത് ഒരു നിശ്ചിത കാലം അർജുനൻ ഏകാന്തവാസിയായിട്ട് കാട്ടിൽ കൊടും തപസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ തപസ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ക്ഷാത്രവീര്യം ഉണ്ടെങ്കിൽ തപസ് ചെയ്യാൻ സാധിക്കില്ല. മനസ്സ് അത്യധികം ചഞ്ചലമാകും. നമ്മൾ കാട്ടിൽ പോയി തപസ് ചെയ്യാൻ വേണ്ടി ഇരുന്നു കഴിഞ്ഞാലും നമ്മുടെ ഉള്ളിൽ രജോ ഗുണമാണ് കൂടുതലെങ്കിൽ നമ്മൾ അവിടെ എന്തെങ്കിലും പണിയെടുക്കും. വിറകുകൾ കീറും, അങ്ങോട്ട് നടക്കും, ഇങ്ങോട്ട് നടക്കും. സ്വസ്ഥമായിട്ടൊരു സ്ഥലത്ത് ഇരുന്ന് ശമതമാദികളെ പരിശീലിച്ച് നമുക്ക് ശാന്തമായിട്ട് തപസ് ചെയ്യാൻ സാധിക്കില്ല. സ്വസ്ഥമായിട്ട് ശാന്തമായിട്ട് ഇരിക്കണമെങ്കിൽ സത്വഗുണം വർദ്ധിക്കണം. സത്വഗുണം വർദ്ധിച്ചു കഴിഞ്ഞാൽ ശാന്തമായിട്ട് ഇരിക്കാൻ സാധിക്കും. ഇനി സത്വഗുണത്തിന്റെ സ്ഥാനത്ത് തമോ ഗുണമാണ് വർദ്ധിക്കുന്നതെങ്കിൽ അപ്പോഴും നമ്മൾ ശാന്തമായിട്ടിരിക്കും. പക്ഷെ അത് ആലസ്യത്തോടുള്ള ഒരു ശാന്തതയായിരിക്കും. നമുക്ക് പ്രത്യേകിച്ച് ഉള്ളിൽ ഒരു മന്ത്രത്തെ ജപിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഈശ്വരീയമായ കാര്യത്തെ ചെയ്യാനോ യാതൊരു താല്പര്യം ഉണ്ടാവില്ല. ഒരു മന്ദതയോട് കൂടി ഇങ്ങനെ ഇരിക്കും. അപ്പൊ തമസ് പാടില്ല, അതേസമയം രജസ്സും പാടില്ല. പക്ഷെ ഉയർന്ന സത്വഗുണം ഉണ്ടെങ്കിൽ ഒരു വ്യക്തിക്ക് തപസ് ചെയ്യാൻ സാധിക്കും. അപ്പൊ അർജുനൻ യുദ്ധം ചെയ്യുന്ന സമയത്ത് അർജുനന്റെ ഉള്ളില് എന്താണ്? രജോ ഗുണം കൂടിയിരിക്കുന്നു. അതുകൊണ്ട് വലിയ കർമ്മം ചെയ്യാൻ സാധിക്കുന്നു. തപസ് ചെയ്യുന്ന സമയത്ത് സത്വഗുണം കൂടിയിരിക്കുന്നു. അതുകൊണ്ട് അദ്ദേഹം ആ സമയത്ത് ബ്രാഹ്മണനാണ്, യുദ്ധം ചെയ്യുന്ന സമയത്ത് ക്ഷത്രിയനാണ്. അതുകൊണ്ട് വർണ്ണങ്ങൾ മാറി മാറി വരാം എന്നും ചില പക്ഷക്കാർ പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ ഈ രണ്ട് പക്ഷത്തെ എടുത്തു നോക്കിക്കഴിഞ്ഞാലും ഗുരുദേവൻ ഈ രണ്ട് പക്ഷത്തെ നിരാകരിക്കുന്നുണ്ട്. പിന്നെ ബ്രാഹ്മണാതി രസൈവം എന്ന വാക്കിലൂടെ ജന്മം കൊണ്ടും ഒരാളിൽ വർണ്ണമില്ല, കർമ്മം കൊണ്ടും ഒരാളിൽ വർണ്ണമില്ല എന്ന് ഗുരു പറയുന്നു. കാരണം അർജുനൻ തപസ് ചെയ്തു പോയാലും, അർജുനൻ ഒരു തപസ്വിയായാലും, ഒരു യുദ്ധത്തിലെ പോരാളി ആയാലും എന്തായാലും അർജുനൻ ജനിച്ചത് ക്ഷത്രിയ കുലത്തിലാണ്. അതുകൊണ്ട് അർജുനനെ ക്ഷത്രിയൻ എന്ന് തന്നെയാണ് മാനിക്കുന്നത്. അർജുനൻ തപസ് ചെയ്തുകൊണ്ട് ആരും അർജുനനെ ബ്രാഹ്മണനായിട്ട് പറയുന്നില്ല. കാരണം അത് നമ്മൾ ഇതിന് മുമ്പുള്ള ക്ലാസ്സുകളിൽ പലപ്പോഴും ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളെ ചൂണ്ടിക്കാണിച്ചതാണ്. വലിയ ഗോത്രപ്രകാരം, വർണ്ണപ്രകാരം നമ്മുടെ പുരാണങ്ങളുടെ ഒരു മാനദണ്ഡം അനുസരിച്ച് രാവണൻ എന്ന് പറയുന്നത് ബ്രാഹ്മണ വർണ്ണത്തിൽ ജനിച്ച ഒരു വ്യക്തിയാണ്. ബ്രാഹ്മണനാണ് പുള്ളിക്കാരൻ. പക്ഷെ ബ്രാഹ്മണനായിരുന്നിട്ട് കൊണ്ടും അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി എന്താണ്? അന്യന്മാരുടെ ഭാര്യ അപഹരിക്കുക, അന്യന്മാരുടെ സ്വത്തിനെ അപഹരിക്കുക. അപ്പൊ എങ്ങനെയാണ് ഉള്ളിൽ ബ്രാഹ്മണ്യമുള്ള ഒരാൾക്ക് അന്യരുടെ സ്വത്ത് അപഹരിക്കാൻ സാധിക്കുന്നത്? പക്ഷെ ലോകര് രാവണനെ അക്കാലത്ത് ബ്രാഹ്മണനായിട്ട് തന്നെയാണ് മാനിച്ചത്. പറഞ്ഞു വരുന്നത് ജന്മം കൊണ്ടല്ല, കർമ്മം കൊണ്ടാണ് നമ്മുടെ ഉള്ളിൽ വർണ്ണം സിദ്ധമാകുന്നത് എന്നുള്ള വാദത്തിന് അതൊരു വാദം മാത്രമാണ്. അത് ജനങ്ങളുടെ ഒരു പ്രായോഗിക ജീവിതമായിട്ട് മാറിയിട്ടില്ല. ജനങ്ങളുടെ പ്രായോഗിക ജീവിതമായിട്ട് ഇന്നും ഇവിടെ സമൂഹത്തിലുള്ളത് ജനിച്ചത് ഏത് കുലത്തിലാണോ ആ കുലത്തിൽ തന്നെ അറിയപ്പെടുക. നമ്മൾ ഇന്നത്തെ വ്യവഹാരം നോക്കിക്കഴിഞ്ഞാൽ വ്യവഹാര കാലത്ത് ജാതി സമ്പ്രദായങ്ങൾ, നിലനിൽക്കുന്ന ജാതി സമ്പ്രദായങ്ങൾ എടുത്തു കഴിഞ്ഞാലും ഒരാൾ ഇന്ന ജാതി ജനിച്ചു കഴിഞ്ഞാൽ അയാൾ സന്യാസിയായാലും ആരായാലും അയാൾ ഇന്ന ജാതിയിൽ ജനിച്ചത് കൊണ്ട് ആ ജാതിയായിട്ട് അയാൾ അറിയപ്പെടുന്നുള്ളൂ. നമ്മൾ പൊതുവെ കാലം പുരോഗമിച്ചത് കൊണ്ട് അത്തരം വിഷയങ്ങളിൽ വലിയ പ്രസക്തി കൊടുക്കുന്നില്ല ഇന്നത്തെ കാലത്ത്. പക്ഷെ എങ്കിൽ കൂടി ഏത് ജാതിയിലാണോ ജനിച്ചത് ആ ജാതിയായിട്ട് തന്നെ അറിയപ്പെടുന്നു. അപ്പൊ എന്താണ് അതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ജന്മം കൊണ്ട് തന്നെയാണ് കുലവും ഗോത്രവും ഒക്കെ നിർണ്ണയിക്കപ്പെടുന്നത് എന്നൊരു തീരുമാനമാണ് ഇന്നും ഭാരതത്തിന്റെ ഒരു സാമൂഹ്യ ജീവിതമായിട്ടിരിക്കുന്നത്.
അല്ലാതെ കർമ്മം കൊണ്ട് ബ്രാഹ്മണനാകാം ക്ഷത്രിയനാകാം എന്നതൊക്കെ ഒരു വാദങ്ങൾക്ക് വേണ്ടി പറയാമെങ്കിലും അതൊരു സാമൂഹ്യ ജീവിതമായിട്ട് മാറിയിട്ടില്ല. ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും നമുക്ക് വർണ്ണമുണ്ട് എന്ന വാദത്തെ ഗുരു നിഷേധിച്ചു എന്നുള്ളത് നമ്മൾ വിശേഷമായിട്ട് ആവർത്തിച്ച് ബുദ്ധിയിൽ ഉറപ്പിക്കേണ്ട സംഗതിയാണ്. കാരണം എന്തുകൊണ്ടാണ്? കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും പറഞ്ഞ കാര്യമാണ്. കാരണം പല ആളുകളും ഈ ചാതുർവർണ്ണത്തെ അത് വ്യാഖ്യാനിക്കുമ്പോൾ പറയും, അയ്യോ ആരും ജന്മം കൊണ്ടല്ല ബ്രാഹ്മണനാകുന്നത്, കർമ്മം കൊണ്ടാണ് ബ്രാഹ്മണനാകുന്നത് എന്ന് പറയും. കർമ്മം കൊണ്ടാണ് ബ്രാഹ്മണനാകുന്നത് അല്ലെങ്കിൽ കർമ്മം കൊണ്ടാണ് ക്ഷത്രിയനാകുന്നത് എന്ന ആ ഒരു വാദമാണ് ഗുരുവിന്റെ വാദം എന്ന ഒരു മിഥ്യാധാരണ, തെറ്റിദ്ധാരണ നമ്മളുള്ളിൽ ഉണ്ടാകരുത്. അതുകൊണ്ട് കർമ്മം കൊണ്ടും ജന്മം കൊണ്ട് തന്നെ വർണ്ണങ്ങൾ ഇല്ല തന്നെ മനുഷ്യൻ എന്ന് ഗുരു പറയും. അപ്പൊ അതുകൊണ്ടാണ് ഗുരുദേവൻ ഈ അധ്യായത്തിന് വർണ്ണാശ്രമ ധർമ്മം എന്ന് പേര് ഇടേണ്ട സ്ഥാനത്ത് വർണ്ണത്തെ മാറ്റി ആശ്രമധർമ്മം എന്നുള്ള പേര് മാത്രമുണ്ട്. വർണ്ണം എന്നുള്ള പേര് മുന്നോട്ട് ശ്ലോകങ്ങളിൽ പറയുന്നുണ്ട് ചില സ്ഥലത്ത്. അത് ബ്രാഹ്മണാദി വർണ്ണങ്ങളെ സൂചിപ്പിക്കാനല്ല, മറിച്ച് സന്യാസിയെയോ അല്ലെങ്കിൽ ബ്രഹ്മചാരിയെയോ വിശേഷിപ്പിക്കാൻ വേണ്ടി ഗുരുദേവൻ വർണ്ണം എന്നുള്ള വാക്ക് പ്രയോഗിക്കുന്നുണ്ട്. അല്ലാതെ ചാതുർവർണ്ണയത്തിന്റെ അടിസ്ഥാനത്തിൽ വർണ്ണം എന്നുള്ള വാക്ക് ഗുരുദേവൻ ഇവിടെയും പ്രയോഗിക്കുന്നില്ല. ഈ അധ്യായത്തിന്റെ പേരിൽ നിന്ന് തന്നെ നമുക്ക് ഗുരുവിന്റെ ദർശനത്തെ ആ തരത്തിലും മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അപ്പൊ ഗുരു പറഞ്ഞു, ഗുരുരുവാച, ശ്ലോകം 123 ആസ്തികാഹ അതഹം ജ്ഞാതവ്യാൻ ആശ്രമാൻ തേഷാം സാമാന്യധർമാൻ ച ക്രമശഃ സംപ്രവക്ഷ്യാമി ശൃണുത. ഞാനതിന് അന്വയം മാത്രമാണ് വായിക്കുന്നത്. പുസ്തകം കയ്യിലുണ്ടെങ്കിൽ ആ ശ്ലോകം എടുത്താൽ കാണാൻ സാധിക്കും. ഗുരു പറയണം, അല്ലയോ ആസ്തികന്മാരെ, അല്ലയോ ഈശ്വര വിശ്വാസം ഉള്ള ആൾക്കാര്, അസ്ഥി ഈശ്വര മതിഹി യസ്യ സ ആസ്തിക എന്നർത്ഥം. ആർക്കാണ് ഈശ്വര വിശ്വാസമുള്ളത്? നമുക്കൊരു വിശ്വാസം ഇല്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ആ വിശ്വാസം നമ്മൾ എന്തിൽ വെക്കണം? ഈ കാണപ്പെടുന്ന സർവ്വചരാചരങ്ങൾക്കും അടിസ്ഥാനമായി സത്യമുണ്ട്. ഒരു സത്യമുള്ളത് കൊണ്ടാണ് ആ സത്യത്തിലാണ് എല്ലാം നിലനിൽക്കുന്നത്. നമുക്ക് ഇവിടെ കാണപ്പെടുന്ന ദൃശ്യപ്രപഞ്ചമുണ്ട്, പക്ഷെ അതിനൊക്കെ നിലനിൽക്കണമെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. ആ പ്ലാറ്റ്ഫോം ഏതാണോ, എല്ലാറ്റിനും അസ്തിത്വം കൊടുക്കുന്ന ആ സത്ത ഏതാണോ, നമ്മൾ അതിനെ ഈശ്വരൻ എന്ന് മാനിക്കുന്നു. അതിന് എന്ത് പേരിൽ വേണം വിളിക്കാം. പക്ഷെ അങ്ങനെ ഒരു സത്ത ഉണ്ട് എന്ന് ആർക്കും തന്നെ നിഷേധിക്കാൻ കഴിയില്ല. ഒരു വ്യക്തിക്ക് ഈ ലോകത്തിലെ പലതിനും നിഷേധിക്കാം. ഏറ്റവും കടുത്ത യുക്തിവാദിയായാലും നിരീശ്വരവാദിയായാലും ആ വ്യക്തിക്ക് ഈ ലോകത്തിലെ പല കാര്യങ്ങളെയും നിഷേധിക്കാൻ പറ്റും. പക്ഷെ ഞാനില്ല എന്ന് പറയാൻ സാധിക്കും. അതില്ല, ഇതില്ല, ദൈവമില്ല, ആചാരങ്ങളില്ല, അനുഷ്ഠാനങ്ങളില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഞാനില്ല എന്ന് പറയാൻ സാധിക്കും. ഞാൻ ഉണ്ട്. ആ ഉണ്മ നമ്മുടെ എല്ലാവരുടെയും അനുഭവമാണ്. നമ്മൾ എല്ലാവരും നിരന്തരം അനുഭവിക്കുന്നു ഞാൻ ഉണ്ട് എന്ന്. മാത്രമല്ല ആ അനുഭവം നമുക്ക് വലിയ ആനന്ദത്തെ, എന്റെ അസ്തിത്വം ഇതേപോലെ നിലനിൽക്കുന്നത് നമുക്ക് വലിയ ആനന്ദത്തെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അസ്തിത്വവാനാണ് നമുക്കറിയാം. എന്തുകൊണ്ട് ഞാൻ അസ്തിത്വവാനായി തീരുന്നു? കാരണം എന്റെ സ്വരൂപം തന്നെ ഉണ്മയാണ്. അപ്പൊ ഉണ്മ എന്ന് പറയുമ്പം ആ വാക്കിൽ നിന്നാണ് ആസ്തികൻ എന്ന വാക്കുണ്ടായത്. ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യത്തെ അംഗീകരിക്കുന്നയാൾ. വാസ്തവത്തിൽ ഉണ്ട് എന്നുള്ളത് വിശ്വാസമല്ല. ഞാൻ ഉണ്ട് എന്നുള്ളത് എന്റെ വിശ്വാസമാണ്. ഞാൻ അങ്ങനെയാണ്, ഇങ്ങനെയാണ്, ഞാൻ സുന്ദരനാണ്, അല്ലെങ്കിൽ ഞാൻ വലിയ സംഭവമാണെന്നൊക്കെ പലതും എനിക്ക് അതെന്റെ വിശ്വാസം മാത്രമായിരിക്കാം. പക്ഷെ ഞാൻ ഉണ്ട് എന്നുള്ളത് എന്റെ സ്വാനുഭവമാണ്, അനുഭവമാണ്, അത് വിശ്വാസമല്ല. അപ്പൊ ആ അനുഭവത്തിൽ നിന്ന്, ആ അസ്തിത്വ ഭാവത്തിൽ നിന്ന് ഉണ്ടായ വാക്കാണ് ആസ്തികൻ എന്നുള്ള വാക്ക്. അപ്പോ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആൾ, ഉണ്ട് എന്നുള്ള അനുഭവത്തെ അറിയുന്ന ആളാണ് ആസ്തികന്മാർ. ഗുരുദേവൻ ശിഷ്യന്മാരെ മനോഹരമായിട്ട് പറഞ്ഞിരിക്കുന്നു, അല്ലയോ ആസ്തികന്മാരെ, ഞാൻ നിങ്ങൾക്ക് ജ്ഞാതവ്യാൻ ആശ്രമാൻ സാമാന്യ ധർമാൻ ച, നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതായിരിക്കുന്ന ആശ്രമധർമ്മങ്ങളുണ്ട്. ആ ആശ്രമധർമ്മങ്ങളുടെ സാമാന്യ സ്വരൂപം, ഓരോന്നിന്റെയും ഒരു സാമാന്യ സ്വരൂപം, ഒരു പൊതുവായ രൂപം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. സംപ്രവക്ഷ്യാമി, പറഞ്ഞു തരാം. ശൃണുത, കേട്ടാലും എന്ന് പറയും. ഈ അധ്യായത്തില് ഗുരു 3 ആശ്രമങ്ങളുടെയും, വാനപ്രസ്ഥ ആശ്രമത്തെ ഒഴിച്ച് ബാക്കി 3 ആശ്രമങ്ങളുടെയും ഒരു സാമാന്യ സ്വഭാവത്തെ പറഞ്ഞ് 6ാമത്തെ അധ്യായം മുതൽ ഓരോരോ ആശ്രമത്തിന്റെയും വിസ്തരിച്ച ആശ്രമധർമ്മങ്ങളെയും ആശ്രമ ലക്ഷണങ്ങളെയും കുറിച്ച് പറയുന്നുണ്ട്. ഇപ്പൊ ശ്ലോകം 124 ഗുരു പറയുന്നു, പൂർവാചാര്യാഹ ബ്രഹ്മചര്യം തതഃപരം ഗാർഹസ്ഥ്യം വാനപ്രസ്ഥം സന്യാസം ച ചതുരഹ ആശ്രമാൻ ജഗുഹു. പൂർവാചാര്യന്മാരാൽ 4 പ്രകാരത്തിലുള്ള ആശ്രമത്തെ പറഞ്ഞിരിക്കുന്നു. ബ്രഹ്മചര്യ ആശ്രമം, തതഃപരം അതിനുശേഷം ഗൃഹസ്ഥാശ്രമം, അതിനുശേഷം വാനപ്രസ്ഥം, അതിനുശേഷം സന്യാസാശ്രമം. അപ്പൊ ഒരു വ്യക്തിയുടെ വിദ്യാർത്ഥി കാലഘട്ടമാണ്. ഗുരുകുല പണ്ടത്തെ സിസ്റ്റം അനുസരിച്ച്
വിദ്യാരംഭം കഴിഞ്ഞ് നേരെ ഗുരുകുലത്തിലേക്ക് പോകുന്നു. ഹോസ്റ്റലിൽ താമസിച്ചാണ് പഠിക്കുന്നത്. ഇന്നത്തെ പോലെ പോയി വരുന്ന സിസ്റ്റം പണ്ട് എവിടെ ഉണ്ടായിരുന്നില്ല. ഗുരുവിന്റെ കൂടെ ദീർഘകാലം താമസിക്കും. ഒരു 10-12 വർഷത്തോളം താമസിക്കും. ആ താമസിക്കുന്ന ഗുരുകുല കാലഘട്ടത്തെയാണ് ബ്രഹ്മചര്യ ആശ്രമം എന്ന് മുഖ്യമായിട്ടുള്ള അർത്ഥം കൊടുക്കേണ്ടത്. അതിനുശേഷം ഗുരുകുല വിദ്യാഭ്യാസം കഴിഞ്ഞാൽ വിവാഹ സംസ്കാരം ചെയ്ത് ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിക്കും. അത് ഗൃഹസ്ഥാശ്രമം എന്ന് പറയുന്നു. അതിനുശേഷം ഒരു പ്രായം കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും ഏകാന്തമായ ഒരു സ്ഥലത്തേക്ക് മാറിയിരുന്നു. പണ്ടത്തെ ഒരു കാലഘട്ടമാണെങ്കിൽ ഏതെങ്കിലും കാടിലേക്ക് പോയി അവിടെ ഒരു പർണശാലയെ കെട്ടി തീർത്തും ഉപാസനാപരമായ ജീവിതം നയിക്കുന്നു. അതായത് ഗൃഹസ്ഥാശ്രമ കാലത്തിലും ഭാര്യയും ഭർത്താവും ഒരുമിച്ചുണ്ടായിരുന്നു. പക്ഷെ അവർക്ക് ഒരുപാട് ജോലികളുണ്ട്. ബന്ധുക്കളെ കാര്യങ്ങൾ നോക്കണം, കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കണം, എല്ലാ കാര്യങ്ങളിലും പങ്കെടുക്കണം, ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. അപ്പൊ വാനപ്രസ്ഥ കാലത്തും ഭാര്യയും ഭർത്താവും ഒരുമിച്ചുണ്ട്. പക്ഷെ അവിടെ കുടുംബപരമായ യാതൊരു ഉത്തരവാദിത്തങ്ങളും അവര് നിർവഹിക്കുന്നില്ല. എല്ലാ ഭാരങ്ങളും എല്ലാ കാര്യങ്ങളും മക്കളെ സന്തതി പരമ്പരകൾ അവര് ഏൽപ്പിച്ച് സ്വസ്ഥമായി മാറിയിരുന്ന് ഉപാസനാപരമായ ഒരു ജീവിതം ഭാര്യയും ഭർത്താവും ഒരുമിച്ച് അന്യോന്യം സ്നേഹത്തോടു കൂടി വ്രതനിഷ്ഠരായി തീർന്ന് ഉപാസനാപരമായ ഒരു ജീവിതം വർഷങ്ങളോളം നയിക്കുന്നു. ഇതൊരു കാലത്ത് നമ്മുടെ ഭാരതത്തിൽ വാനപ്രസ്ഥാശ്രമം വളരെ വളരെ പ്രബലമായിരുന്നു. ഇന്നും വടക്കേന്ത്യയില് പല സ്ഥലങ്ങളിലും ഇതേപോലെ വിവാഹ ജീവിതം കഴിഞ്ഞ് പ്രാരബ്ധങ്ങളൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഏൽപ്പിച്ച മക്കൾക്ക് ഏൽപ്പിച്ച ദമ്പതികൾ അവരൊരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെയുള്ള ആശ്രമങ്ങളിൽ വന്ന് താമസിക്കുകയും ഭാര്യാഭർത്താക്കന്മാരായിരുന്നു താമസിക്കുകയും അവിടെ ഒരു ഉപാസനാപരമായ ഒരു ജീവിതം നയിക്കുന്ന കാഴ്ച നമുക്ക് വ്യാപകമായിട്ട് വടക്കേന്ത്യയിലെ ആശ്രമങ്ങൾ കാണാൻ സാധിക്കും. അതിനു വേണ്ടിയിട്ട് ഇപ്പോ മീററ്റിനടുത്ത് വലിയൊരു ആശ്രമം, അതിന്റെ പേര് തന്നെ വാനപ്രസ്ഥാശ്രമം എന്നാണ്. നൂറുകണക്കിന് ഫാമിലി ഭാര്യ ഭർത്താക്കന്മാർ ചെറിയ ചെറിയ ക്വാർട്ടേഴ്സുകൾ ഒരു വാനപ്രസ്ഥ ജീവിതം ആധുനിക കാലത്തിന് ഇണങ്ങിയ രീതിയിൽ അവർ ജീവിക്കുന്നു. അങ്ങനെയും അത് പൂർണ്ണമായിട്ട് വാനപ്രസ്ഥാശ്രമം വേരറ്റ് പോയിട്ടില്ല. അതിന്റെ ഒരു കാട്ടിലേക്ക് പോയി ജീവിക്കുന്നതിന് പകരം നാട്ടിൽ തന്നെ ആശ്രമതുല്യമായ ജീവിതത്തിൽ എല്ലാ ഭാരങ്ങളെയും ഒഴിവാക്കി സ്വസ്ഥമായി ജീവിക്കുന്ന ആ ഒരു പരമ്പര ഇന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഈ വാനപ്രസ്ഥാശ്രമത്തിലൂടെ എന്താണ് ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൃഹസ്ഥാശ്രമ കാലത്ത് നമുക്കുണ്ടായിരുന്ന ബന്ധനങ്ങള്, നമ്മുടെ ഉള്ളിലെ മനസ്സിന്റെ സങ്കീർണതകള്, പല പ്രശ്നങ്ങളുമുണ്ട്. അതൊക്കെ വാനപ്രസ്ഥ കാലത്തൊന്ന് ശുദ്ധീകരിക്കപ്പെടും ഉപാസനയിലൂടെ. അപ്പൊ അങ്ങനെ ശുദ്ധീകരിച്ച് സ്വയം പക്വതയിലേക്ക് ഒരു പരിപക്വമായി കഴിഞ്ഞാൽ രണ്ടുപേരും സന്യാസത്തെ സ്വീകരിക്കുന്നു. ചതുർത്ഥാശ്രമം എന്നറിയപ്പെടും. അവസാനത്തെ ആശ്രമമാണ് സന്യാസം. ഇങ്ങനെയാണ് 4 ആശ്രമങ്ങളുടെ രീതി. ഗുരു പറയുന്നു, ഗുരു എല്ലാറ്റിനെയും പരിഷ്കരിക്കുന്ന മഹാനുഭാവനാണല്ലോ. ഏതൊരു ധർമ്മത്തെയും കാലോചിതമായി പരിഷ്കരിക്കുവാനുള്ള ഒരു കരുത്ത് ഗുരുവിന്റെ ദർശനത്തിനുണ്ട്. അതുകൊണ്ട് ഗുരു പറയുന്നു, അടുത്ത ശ്ലോകത്തിൽ പറയുന്നു, 125 ശ്ലോകത്തിൽ പറയുന്നു, തഥാപി അവഹിത പ്രജ്ഞ അസ്മിൻ കാലേ ത്രയ ആശ്രമ പര്യാപ്ത ഏവം വൈദ്യകാലേ അഭി ത്രയ ആസൻ. ഇങ്ങനെ 4 പ്രകാരത്തിലുള്ള ആശ്രമങ്ങളാണെങ്കിൽ കൂടി നമുക്ക് ഇന്നത്തെ കാലത്തെ ഒരു നില അനുസരിച്ച് 3 ആശ്രമങ്ങൾ ധാരാളമാണ്. ബ്രഹ്മചര്യാശ്രമം, അതിനുശേഷം ഗൃഹസ്ഥാശ്രമം, അതിനുശേഷം സന്യാസം. ഇപ്പൊ ഗൃഹസ്ഥാശ്രമത്തിൽ നിന്ന് ഒരു ഘട്ടം കഴിഞ്ഞാൽ മറ്റുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നും അല്പാൽപമായിട്ട് നമ്മൾ വിടുതലിന് പ്രാപിക്കണം. നമ്മൾ സാമാന്യമായി നോക്കിക്കഴിഞ്ഞാൽ വിവാഹ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്തോറും കൂടുതൽ നമ്മൾ ബന്ധനങ്ങളിലേക്ക് പെടുകയാണ്. ഇപ്പൊ കൂടുതൽ ബന്ധനങ്ങളിലേക്ക് പെടുന്നതിന് പകരം മെല്ലെ 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 ഓരോരോ ഭാരങ്ങൾ മക്കളിലേക്ക് മറ്റുള്ളവരിലേക്ക് കൊടുത്ത് ഒരു 40-50 വയസ്സാകുമ്പോൾ ഫ്രീ ആക്കണം മീൻസ് എല്ലാവരും ഉപേക്ഷിക്കണം എന്നല്ല, അവരുടെ കൂടെ തന്നെ ഇരുന്നു കൊണ്ട് പരമാവധി നമ്മൾ കർത്തവ്യ ഭാരങ്ങളിൽ നിന്നൊന്ന് ഫ്രീ ആയി രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാരും ചേർന്ന് ഒരു ഉപാസനാപരമായ ജീവിതം വീടിന്റെ ഉള്ളിൽ തന്നെ ചെയ്യാൻ സാധിക്കും. അതിന് പുറത്തേക്കൊന്നും പോകേണ്ട കാര്യമില്ല. വീടിനുള്ളിൽ നിന്ന് ഇരുന്നുകൊണ്ട് ഈശ്വരീയമായ ഒരു കാഴ്ചപ്പാടോട് കൂടി ജീവിക്കാൻ സാധിക്കും. അല്ലാതെ പ്രത്യേകമായിട്ട് നമുക്കൊരു വാനപ്രസ്ഥാശ്രമം നയിക്കേണ്ടുന്ന ഒരു സാഹചര്യം ഇന്നത്തെ കാലത്ത് ആവശ്യമില്ല എന്ന് ഗുരു പറയുന്നു. വൈദികമായ കാലത്തിലും അങ്ങനെ തന്നെ ആയിരുന്നു. മീൻസ് സാമാന്യമായിട്ട് അങ്ങനെ തന്നെ ആയിരുന്നു. അതുകൊണ്ട് ഇന്നത്തെ കാലത്തിൽ ഇന്നത്തെ സാഹചര്യം അനുസരിച്ച് ത്രയ ആശ്രമ പര്യാപ്ത 3 പ്രകാരത്തിലുള്ള ആശ്രമങ്ങൾ മതിയാകും എന്ന് ഗുരു പറയും. അപ്പൊ ആ 3 പ്രകാരത്തിലുള്ള ആശ്രമങ്ങൾ എന്താണ്? അടുത്ത ശ്ലോകത്തില് ശ്ലോകം 127 ഗുരുദേവൻ പറയുകയാണ്, തേ ബ്രഹ്മചര്യ ഗാർഹസ്ഥ്യ സന്യാസ ഇതി മേ മതി എന്ന് പറഞ്ഞ എന്റെ അഭിപ്രായം ബ്രഹ്മചര്യവും ഗാർഹസ്ഥ്യവും സന്യാസവും മതി എന്നാണ് എന്റെ അഭിപ്രായം. ആദൗ തേഷാം സാമാന്യ രൂപാണി സംക്ഷിപ്യ നിരൂപ്യത.
അപ്പൊ ഈ അധ്യായത്തിൽ ആദ്യമായിട്ട് തന്നെ ഈ 3 ആശ്രമങ്ങളുടെയും പൊതുവായ ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അതിനുശേഷം വിസ്തരിച്ച് ഓരോരോ ആശ്രമത്തെ കുറിച്ച് പറഞ്ഞുതരാം. ഇപ്പോൾ പൊതുവായിട്ട് ചില കാര്യങ്ങൾ എന്തൊക്കെയാണ് ഈ ആശ്രമങ്ങളുടെ ഒരു സാമാന്യ രൂപം എന്ന് പറഞ്ഞുതരാം എന്ന് ഗുരു പറയുകയാണ്. അപ്പൊ 127 ശ്ലോകത്തിൽ ഗുരു പറയുന്നു, വിദ്യാരംഭാത് പരം പുംസഃ ചതുർവിംശവയോവധി ബ്രഹ്മചര്യ ബാലികായ സ്യാത് ഷോഡശവയോവധി എന്ന് പറയുന്നു. ശ്ലോകം 127. അതിന് അന്വയം പ്രകാരമാണ്, പുംസഃ വിദ്യാരംഭാത് പരം ചതുർവിംശവയോവധി ബ്രഹ്മചര്യം സ്യാത് ബാലികായാഹ ഷോഡശവയോവധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മുടെ വിദ്യാരംഭ കാലമുണ്ട്. നേരത്തെ പറഞ്ഞു വിദ്യാരംഭം ചെയ്യും നമ്മൾ 4-5 വയസ്സാകും. അപ്പൊ ആ വിദ്യാരംഭ കാലത്തിന് ശേഷം 24 വയസ്സ് വരെയുള്ള പ്രായം പുരുഷന്റെ ബ്രഹ്മചര്യ ആശ്രമമാണ്. ഇപ്പൊ ഗുരുകുലത്തിൽ ഒരു 10-24 വയസ്സ് വരെ ജീവിക്കണം എന്നർത്ഥം. സ്ത്രീക്കാകട്ടെ 16 വയസ്സ് വരെ ജീവിച്ചാൽ മതി. അപ്പോൾ സ്ത്രീക്ക് 16 വയസ്സ് വരെയുള്ള പ്രായം ബ്രഹ്മചര്യ ആശ്രമ കാലമാണെന്ന് ഗുരു പറയുന്നു. പുരുഷന് 24 വയസ്സ് വരെയുള്ള പ്രായം ബ്രഹ്മചര്യ ആശ്രമ കാലമാണെന്ന് ഗുരു പറയുന്നു. അടുത്ത ശ്ലോകത്തിൽ പറയുന്നു, വിഹിത ബ്രഹ്മചര്യാന്തേ ഗൃഹീത്വം യതി വാഞ്ചതി ഉത്സൃജേത് ബ്രഹ്മചര്യം തത് അന്യത ന പരിത്യജേത് എന്ന് പറയുന്നത് ശ്ലോകം 128. എന്താണ് ആ ശ്ലോകത്തിന്റെ അർത്ഥം? അപ്പൊ ബ്രഹ്മചര്യ ആശ്രമ കാലത്ത് ഗുരുകുലത്തിൽ താമസിക്കുന്ന ഒരു പഠിതാവ്, ഒരു വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥി ഗുരുവിന്റെ സേവനം ചെയ്യുന്നു, ആശ്രമത്തിൽ ജീവിക്കുന്നു, ഒരു നിഷ്ഠയോടുകൂടി ജീവിക്കുന്നു. അപ്പൊ 10-24 വയസ്സായി. 10-24 വയസ്സായിട്ട് ബ്രഹ്മചര്യ ആശ്രമ കാലം കഴിഞ്ഞു. അപ്പൊ ഇനി വിവാഹ സംസ്കാരം ചെയ്ത് വിവാഹത്തിലേക്ക് പോകണം, വിവാഹ ജീവിതത്തിലേക്ക് പോകണം. അഥവാ ആ വ്യക്തിക്ക് തോന്നുകയാണ്, എന്താണ്, എനിക്ക് വിവാഹ ജീവിതത്തിലേക്ക് പോകണ്ട, ഈ ഒരു ജീവിതം മുന്നോട്ട് തന്നെ കൊണ്ടുപോയാൽ മതി, ഇങ്ങനെ തന്നെ ജീവിച്ചാൽ മതി എന്നാണെങ്കിൽ ഗുരു പറയുന്നു, ന പരിത്യജ്, ബ്രഹ്മചര്യ വ്രതത്തെ ഉപേക്ഷിക്കരുത്, ഗുരുവിന്റെ കൂടെ തന്നെ ആ ആശ്രമത്തിൽ താമസിച്ചു കൊള്ളുക. ഇനി അഥവാ ഒരു വ്യക്തിയുടെ മനസ്സിൽ തോന്നുകയാണ്, എന്റെ വിദ്യാഭ്യാസ കാലഘട്ടം പൂർണ്ണമായി, ഇനി ഞാൻ ഗൃഹസ്ഥാശ്രമ ധർമ്മത്തിലേക്ക് പോകുന്നു, അങ്ങനെയാണെങ്കിൽ എന്ത് വേണം? ഗുരു പറയുന്നു, ഗൃഹീത്വം യതി വാഞ്ചതി തത് ബ്രഹ്മചര്യം ഉത്സൃജത്. ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പോവുകയാണെങ്കിൽ വിഹിതമായിരിക്കുന്ന ബ്രഹ്മചര്യത്തെ പരിത്യജിക്കണം. വിഹിതമായ ബ്രഹ്മചര്യത്തെ പരിത്യജിക്കണം എന്ന് പറയുമ്പോൾ ഗൃഹസ്ഥാശ്രമിക്ക് ബ്രഹ്മചര്യവ്രതം ഒട്ടുമില്ല എന്ന് അർത്ഥമില്ല. കാരണം മുന്നോട്ട് ഗൃഹസ്ഥാശ്രമ ധർമ്മത്തിൽ ഗുരു പറയുന്നുണ്ട്, ഗൃഹസ്ഥാശ്രമിക്കും ബ്രഹ്മചര്യവ്രതം ഉണ്ടെന്ന് ഗുരു പറയുന്നു. അത് എപ്രകാരമാണെന്ന് ഗുരു പറയുന്നുണ്ട്. ഇത്രയും മനസ്സിലാക്കുക. വിഹിത ബ്രഹ്മചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മചര്യ ആശ്രമത്തിൽ പാലിക്കേണ്ടുന്ന നൈഷ്ഠികമായ ബ്രഹ്മചര്യവ്രതത്തെ ഒരു ഗൃഹസ്ഥാശ്രമി അനുഷ്ഠിക്കേണ്ടതില്ല. കാരണം ഒരു വ്യക്തി 12 കൊല്ലം ഒരു ഗുരുകുലത്തിൽ താമസിച്ചു, ബ്രഹ്മചര്യത്തിൽ നിഷ്ഠയോടുകൂടി താമസിച്ചു, ആ വ്യക്തി കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ചതിന് ശേഷവും ആ വ്യക്തി പറയുകയാണ്, എന്താണ്, ഞാൻ ബ്രഹ്മചാരിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉചിതമല്ല, അത് ശാസ്ത്രവിരുദ്ധമാണ് എന്ന് ഗുരു പറയുകയാണ്. അപ്പൊ ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പോകുന്ന വ്യക്തി ബ്രഹ്മചര്യം ഉത്സരിച്ചത് വിഹിതമായിരിക്കുന്ന നൈഷ്ഠികമായിരിക്കുന്ന ബ്രഹ്മചര്യ വ്രതത്തെ ഉപേക്ഷിക്കണമെന്ന് പറയുന്നു. ഇനി ശ്ലോകം 129 വീണ്ടും ഗുരു പറയുന്നു, പുരുഷ ഷഡ്ത്രിംശത് വയോന്തം യതി ബ്രഹ്മചര്യവാൻ തദൈവ വനിത ത്രിംശത് വയോന്തം ബ്രഹ്മചാരിണി. ഈ ശ്ലോകത്തിൽ പറയാണ്, പുരുഷൻ 30 വയസ്സ് വരെ ബ്രഹ്മചര്യം പാലിക്കണം, ബ്രഹ്മചര്യാശ്രമ കാലത്തിൽ കഴിയണം. 36 വയസ്സ് വരെ, ഷഡ്ത്രിംശത് എന്ന് പറഞ്ഞാൽ 36 വയസ്സ് വരെ. അപ്രകാരം തന്നെ സ്ത്രീ 30 വയസ്സ് വരെയും ബ്രഹ്മചാരിണി ആയിരിക്കണം എന്ന് പറയുന്നു. അപ്പൊ കഴിഞ്ഞ ശ്ലോകത്തിൽ ഇങ്ങനെയല്ലല്ലോ പറഞ്ഞത്. കഴിഞ്ഞ ശ്ലോകത്തില് പുരുഷന് 24 വയസ്സ് വരെ ബ്രഹ്മചര്യാശ്രമ കാലമാണെന്ന് പറഞ്ഞു, സ്ത്രീക്ക് 16 വയസ്സ് വരെയാണെന്ന് പറഞ്ഞു. ഈ ശ്ലോകത്തില് പുരുഷന് 36 വയസ്സ് വരെ ബ്രഹ്മചര്യാശ്രമ കാലമുണ്ടെന്ന് പറയുന്നു, സ്ത്രീക്ക് 30 വയസ്സ് വരെ ഉണ്ടെന്ന് പറയുന്നു. അപ്പൊ എന്താണ് ഇങ്ങനെ വ്യത്യാസം വരാൻ കാരണം? വ്യത്യാസം വരാൻ കാരണം അത് നമ്മൾ ബ്രഹ്മചര്യ ആശ്രമ കാലത്ത് വിവാഹ സംസ്കാരത്തേക്ക് പോയിട്ടില്ലെങ്കിൽ വീണ്ടും ഒരു 36 വയസ്സ് വരെ പുരുഷന് ബ്രഹ്മചര്യാശ്രമ കാലത്തിൽ ഇരുന്നു കൊണ്ട് അതിനുശേഷം സന്യാസത്തിലേക്ക് പോകാം എന്ന അർത്ഥം നമുക്ക് എടുക്കാം. അതേപോലെ സ്ത്രീക്ക് 30 വയസ്സിന് ശേഷം
സന്യാസത്തിലേക്ക് പോകാം എന്ന അർത്ഥം കൊടുക്കാം, ഗൃഹസ്ഥാശ്രമത്തെ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ. അതുകൊണ്ടാണ് കഴിഞ്ഞ ശ്ലോകത്തിലും ഈ ശ്ലോകത്തിലും ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിലുള്ള പ്രായത്തിന്റെ കണക്ക് പറഞ്ഞത്. അപ്പൊ ശ്ലോകം 130 നോക്കൂ. അവിഛിന്ന ബ്രഹ്മചര്യ പ്രശസ്ത മതിശാലിനോ നേതൃത്വമർഹതസ്തൗ തു ജനതാ പര്യവേക്ഷണേ. ഇതിന് അന്വയത്തിൽ ഗുരു പറയുന്നു, അവിഛിന്ന ബ്രഹ്മചര്യ പ്രശസ്തി മതിശാലിനൗ തൗത്തു ജനതാ പര്യവേക്ഷണേ നേതൃത്വം അർഹത. ഒരു വ്യക്തിക്ക് നൈഷ്ഠികമായ, അവിഛിന്നമായ, മുറിയാത്ത ബ്രഹ്മചര്യ വ്രതത്തെ, അഖണ്ഡമായിരിക്കുന്ന ബ്രഹ്മചര്യ വ്രതത്തെ പാലിക്കുവാൻ കഴിഞ്ഞാൽ, ഒരു ഘട്ടം കഴിഞ്ഞാൽ ആ ബ്രഹ്മചര്യം അദ്ദേഹത്തിന് സിദ്ധമാകും. ഇപ്പൊ നമ്മള് ഏതൊരു കാര്യവും നമ്മൾ അഭ്യാസിച്ചു കഴിഞ്ഞാൽ, നിരന്തരം അഭ്യസിച്ചു കഴിഞ്ഞാൽ, ഒരു ഘട്ടം കഴിഞ്ഞാൽ ആ കാര്യം നമുക്ക് അനായാസമായി തരും. ഒരു വ്യക്തി ഡ്രൈവിംഗ് പഠിക്കുന്നു. അപ്പൊ ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ നല്ലൊരു ഡ്രൈവറായി കഴിഞ്ഞാലോ അദ്ദേഹം 100 കിലോമീറ്റർ സ്പീഡിലും അത്രയും തിരക്കുള്ള ഒരു റോഡിലൂടെ വണ്ടി അനായാസമായിട്ട് സ്വാഭാവികമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും. അതേപോലെ തന്നെ ഒരു വ്യക്തിയിൽ ബ്രഹ്മചര്യം നിഷ്ഠയായി കഴിഞ്ഞാൽ, അതിനാണ് അവിഛിന്ന ബ്രഹ്മചര്യം എന്ന് പറയുന്നത്. ആ ബ്രഹ്മചര്യത്തിന് സിദ്ധി വന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? ജനതാ പര്യവേക്ഷണ നേതൃത്വം അർഹത. ആ വ്യക്തി ജനങ്ങളുടെ നേതൃത്വ സ്ഥാനത്തേക്ക് എത്തിക്കഴിയും. ബ്രഹ്മചര്യം എന്നുള്ള ആ ആശയത്തിന്റെ വിസ്തരിച്ച അധ്യയനം അടുത്ത അധ്യായങ്ങൾ വരുന്നുണ്ട്, തൊട്ടടുത്ത അധ്യായത്തിൽ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ആ അധ്യായത്തിൽ എന്താണ് ബ്രഹ്മചര്യം എന്നുള്ളതിന്റെ കൂടുതൽ ആഴങ്ങളിൽ മനനം ചെയ്യാൻ അവിടെ മനനം ചെയ്യാം. പക്ഷെ എങ്കിലും ബ്രഹ്മചര്യം എന്നുള്ള വാക്കിന്റെ ഒരു പ്രാഥമികമായ അർത്ഥം, ഇപ്പൊ ബ്രഹ്മ ശബ്ദം ചേർത്ത് നമ്മൾ എന്ത് പറയുമ്പോഴും ഏറ്റവും ശ്രേഷ്ഠമായത് എന്ന് അർത്ഥം എടുക്കുക. ബ്രഹ്മണി ചരതി ഇതി ബ്രഹ്മചര്യം എന്നൊരർത്ഥമുണ്ട്. ബ്രഹ്മണി എന്ന് പറഞ്ഞാൽ ഈശ്വരീയമായ മാർഗത്തില്, ബ്രഹ്മ മാർഗത്തില് ചരതി സഞ്ചരിക്കുക. ആർക്കാണോ പോകാൻ സാധിക്കുന്നത് അവൻ ബ്രഹ്മചര്യം, അവൻ ബ്രഹ്മചാരി. അപ്പൊ ശ്രേഷ്ഠമായ ഒരു ജീവിതത്തെ അനുവർത്തിക്കുക, ശ്രേഷ്ഠമായ ഒരു ജീവിതചര്യയിലൂടെ പോകുന്നവനാരോ അവൻ ബ്രഹ്മചാരി എന്നർത്ഥമുണ്ട്. അതേപോലെ തന്നെ അഷ്ടവിധ മൈഥുന പരിത്യാഗം ചെയ്യുന്നവനെ ബ്രഹ്മചാരി എന്ന് പറയും. എല്ലാ പ്രകാരത്തിലുള്ള മൈഥുന കർമ്മത്തിന് 8 പ്രകാരത്തിൽ ഉള്ള ഭേദങ്ങളുണ്ട്. ആ 8 പ്രകാരത്തിലുള്ള മൈഥുന കർമ്മത്തെയും പരിപൂർണമായും പരിത്യാഗം ചെയ്യുന്ന ഒരാള് എന്ന് പറയാം, ബ്രഹ്മചാരി എന്ന് പറയാം. അപ്പൊ അഷ്ടവിധ മൈഥുനത്തെ പരിത്യാഗം ചെയ്യുക എന്നുള്ളതും ബ്രഹ്മചര്യത്തിന്റെ ഒരു വ്രതചര്യയാണ്. ആ വ്രതചര്യയിൽ ഉറച്ചു നിന്ന് ബ്രഹ്മണി ചരതി, ഏറ്റവും ശ്രേഷ്ഠമായ മാർഗത്തിലൂടെ, ഏറ്റവും ഒരു ഉദാത്തമായ ഒരു ഈശ്വരീയമായ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്ന വ്യക്തി, ആ വ്യക്തിയാണ് എന്ത് പറയുന്ന വാസ്തവത്തിൽ ബ്രഹ്മചാരി എന്ന് പറയുന്നത്. ഗുരുകുലവാസം ചെയ്യുന്ന വിദ്യാർത്ഥിയെയും ബ്രഹ്മചാരി എന്ന് പറയുന്നു. പക്ഷെ ആ ഗുരുകുലവാസം ചെയ്യുന്ന വിദ്യാർത്ഥി അഷ്ടവിധ മൈഥുനങ്ങളെ പരിത്യാഗം കൂടി ചെയ്തിരിക്കണം. അതേപോലെ തന്നെ ബ്രഹ്മമാർഗത്തിൽ ചരിക്കുന്ന ആളുമായിരിക്കണം. ഈ രണ്ടും ഒരുമിച്ച് വേണം, എങ്കിലേ ആ വ്യക്തിയെ നമുക്ക് ബ്രഹ്മചാരി എന്ന് പറയാൻ സാധിക്കും. അപ്പൊ ഏതൊരു വ്രതവും, എല്ലാ വ്രതവും നമ്മൾ നോക്കിയാൽ മതി. നമ്മുടെ ജീവിതത്തിൽ ഒരു കരുത്ത്, ഒരു ശക്തി നമുക്ക് അനുഭവപ്പെടുന്നത് സംയമനത്തിലൂടെയാണ്. അത് കേവലം ബ്രഹ്മചര്യം എന്ന വിഷയത്തിൽ മാത്രമല്ല, ഏത് വിഷയത്തെയാണ് നമ്മൾ സംയമനം ചെയ്യുന്നത്, ആ സംയമനത്തിന്റെ അനന്തരഫലമായിട്ട് നമ്മൾ കരുത്ത് വരുന്നത് നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. വലിയൊരു കരുത്ത് നമ്മളിലേക്ക് ഇങ്ങനെ സമാർജിക്കുന്നത് നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. ഒരു വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥിക്ക് തന്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ആ വിദ്യാർത്ഥി ബാഹ്യമായിരിക്കുന്ന മറ്റു കാര്യങ്ങളെ സംയമനം ചെയ്തത് കൊണ്ടാണ് ആ വിദ്യാർത്ഥിക്ക് വിദ്യ ആർജിക്കാൻ കഴിയുന്നത്. നമ്മൾ നമുക്ക് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ എത്രമാത്രം കഷ്ടപ്പെടുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ എങ്ങനെയാണ് നമുക്കറിയില്ല. പണ്ടത്തെ കാലഘട്ടത്തിലൊക്കെ പുലർച്ചെ 3 മണിക്ക് 4 മണിക്ക് എഴുന്നേറ്റൊക്കെ പഠിക്കുന്നു. നമുക്കറിയാവുന്ന ഒരു സഹോദരി, ആ കുട്ടി +2 പഠിക്കുന്ന സമയത്ത്, ഇപ്പോഴെല്ലാവരും ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് റാങ്ക് സിസ്റ്റം ഒക്കെ ഉണ്ടായിരുന്ന കാലത്ത്, അതിനുശേഷം +2 പഠിക്കുന്ന കാലഘട്ടത്തിൽ 2 മണിക്ക്, എല്ലാ ദിവസവും 2 മണിക്ക് എഴുന്നേറ്റ് 6 മണി വരെ 4 മണിക്കൂർ അധ്യയനം ചെയ്യും. നമുക്ക് ഒരാള് 2 മണിക്ക് എഴുന്നേറ്റ് 6 മണി വരെ രാവിലെ പുലർച്ചെ സമയത്ത്, ആ സമയത്ത് അധ്യയനം ചെയ്യണമെങ്കിൽ എത്രമാത്രം സംയമനം വേണം, ഉറക്കത്തെ ത്യാഗം ചെയ്യണം. കാരണം ഏറ്റവും ഉറക്കം നമ്മളിൽ ഏറ്റവും പ്രബലമായിരിക്കുന്നത് ഈ സമയത്താണ്. നമ്മൾ ഗാഠനിദ്രയിലേക്ക് വീഴുന്ന ഒരു അർദ്ധരാത്രി കഴിഞ്ഞ്
പിന്നെ ഒരു പുലർച്ചെ സമയത്താണ് ഏറ്റവും ശക്തമായ ഉറക്കമുള്ളത്. ആ സമയത്ത് എഴുന്നേൽക്കാൻ ആരും ഇഷ്ടപ്പെടില്ല. ഒരു 4 മണിക്കോ 5 മണിക്കോ ഒന്നും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് 2 മണിക്ക് എഴുന്നേറ്റ് 4 മണിക്കൂർ തുടർച്ചയായിട്ട് പഠിക്കുക എന്ന് പറയുമ്പോൾ അപ്പൊ എത്രമാത്രം സംയമനം വേണം, ത്യാഗം വേണം. അങ്ങനെ ഒരു വിദ്യയെ നമുക്ക് നേടണമെങ്കിൽ പോലും അതുകൊണ്ടല്ലേ എല്ലാവരും ഉന്നത വിദ്യാഭ്യാസം കിട്ടാത്തത്, അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൽ എല്ലാവർക്കും റാങ്ക് കിട്ടാത്തത് എന്തുകൊണ്ടാണ്? അവർക്ക് സംയമനമില്ലാത്തതുകൊണ്ട്. സംയമനമുള്ള ഒരു വ്യക്തിക്കാണ് സിദ്ധി ലഭിക്കുന്നത്. ഇനിയൊരു രാഷ്ട്രീയമാണെങ്കിലോ, രാഷ്ട്രീയമാണെങ്കിൽ കൂടി അയാൾ കുടുംബത്തെയും അതിനെയൊക്കെ ഒരു പരിധിവരെ ത്യാഗം ചെയ്ത് പൂർണ്ണമായിട്ട് അദ്ദേഹത്തിന്റെ മറ്റ് വിനോദങ്ങൾ, മറ്റ് കാര്യങ്ങളെല്ലാം ഉപേക്ഷിച്ച് ഇതിൽ മുഴുകിയിരിക്കണം. അപ്പൊ ഏതെങ്കിലും ഒന്നിൽ മുഴുകിയിരിക്കുക, ആ മുഴുകിയിരിക്കാൻ വേണ്ടി മറ്റു കാര്യങ്ങളെ ത്യാഗം ചെയ്യുക, സംയമനം ചെയ്യുക എന്നൊരു വ്യക്തിക്കാണ് ജീവിതത്തിന്റെ ഏത് മേഖലയിലും സിദ്ധി നേട്ടം ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ നേട്ടമില്ലാത്ത ആരുണ്ട്? ഒന്നിൽ സമർപ്പണം ചെയ്യുക, ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ, ഏതെങ്കിലും ഒരു മാർഗത്തിൽ പരിപൂർണമായിട്ട് സമർപ്പണം ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മളൊരു സംയമന ശക്തി വേണം. സംയമന ശക്തി മീൻസ് നിയന്ത്രിക്കാനുള്ള ശക്തിയാണത്. എനിക്ക് ഇഷ്ടപ്പെട്ട മാർഗമാണെങ്കിൽ കൂടിയും എന്റെ ലക്ഷ്യം ഇതായതുകൊണ്ട് ഞാൻ തൽക്കാലം ആ മാർഗത്തിലേക്ക് പോകുന്നില്ല. മനസ്സ് നമ്മളെ പിടിച്ചു വലിക്കും, പക്ഷെ നമ്മൾ ആ മാർഗത്തിലേക്ക് പോകുന്നില്ല. ആ മാർഗത്തിലേക്ക് പോകുന്നില്ല എന്ന് നിശ്ചയിച്ച് പോകാതിരിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ സംയമനത്തിന്റെ അഭ്യാസം വേണം. ആ സംയമനത്തിന്റെ അഭ്യാസം നമ്മൾ ചെയ്ത് 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 മുന്നോട്ട് പോകുമ്പോൾ ആ സംയമനം നമ്മുടെ ഉള്ളിൽ വലിയൊരു കരുത്തായിട്ട് മാറും. ആ കരുത്ത് നമുക്ക് ജീവിതത്തിൽ വലിയ ഉയർച്ചയെ നൽകും. അപ്പൊ ലോകര് പല കാര്യങ്ങളെയും സംയമനം ചെയ്യുന്നുണ്ട്. അങ്ങനെ സംയമനം ചെയ്യേണ്ടുന്ന കാര്യങ്ങളിൽ ഏറ്റവും പ്രബലമായ ഒരു കാര്യമാണ് ബ്രഹ്മചര്യ വ്രതം. മീൻസ് ബ്രഹ്മചര്യ വ്രതത്തെയല്ല സംയമനം ചെയ്യേണ്ടത്. ബ്രഹ്മചര്യ വ്രതത്തിലൂടെ ഇന്ദ്രിയങ്ങളുടെ സ്വാഭാവികമായ മുന്നോട്ട് പോക്കിന്, പ്രാകൃതികമായ മീൻസ് പ്രകൃതി എങ്ങനെയാണ് ഒരു മനുഷ്യനെ രൂപപ്പെടുത്തിയത്, ആ പ്രകൃതിയുടെ സ്വാഭാവികമായ ഒഴുക്കിനെ നിരോധിക്കാനുള്ള ഒരു കരുത്ത്, ഒരു സംയമന അഭ്യാസം ഒരു വ്യക്തി ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തി ആദ്യഘട്ടങ്ങളിൽ ആ വ്യക്തിക്ക് പലപ്പോഴും പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. ചിലപ്പോൾ നേരത്തെ ഉള്ളതിനേക്കാൾ തീവ്രമായ ആന്തരികമായ പ്രക്ഷുബ്ധങ്ങള്, സംഘർഷമൊക്കെ ആ വ്യക്തിയുടെ മനസ്സിലുണ്ടാകും. ഇതൊക്കെ സംയമന കാലഘട്ടത്തിൽ വരുന്ന ചില കാര്യങ്ങൾ മാത്രമാണ്. പക്ഷെ അതൊരു ഘട്ടം കഴിഞ്ഞാൽ ആ സംയമനം എന്തായിട്ട് മാറും? ആ സംയമനം സിദ്ധിയായിട്ട് മാറും. സിദ്ധി മീൻസ് ആ സംയമനം ഉള്ളിൽ ഉറച്ചു കഴിഞ്ഞാൽ, അതായത് ബ്രഹ്മചര്യ നിഷ്ഠയിൽ ഒരു വ്യക്തി ഉറച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയെ പിടിച്ചാൽ കിട്ടില്ല. ആ വ്യക്തി നേതൃത്വ സ്ഥാനത്തേക്ക് ഉയരും. ആ വ്യക്തിയുടെ ഉള്ളിൽ അപാരമായ കരുത്തുണ്ടാകും. ഒന്നിനെയും ആശ്രയിക്കാത്ത നിരപേക്ഷമായ കരുത്ത്. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും വലിയ കരുത്തുണ്ട്. ആ കരുത്ത് എങ്ങനെയാണ്? ഒന്നുകിൽ പണത്തെ ആശ്രയിച്ച് വരുന്ന കരുത്ത്. കോടിക്കണക്കിന് രൂപ എന്റെ കയ്യിലുണ്ട്, അപ്പൊ ഒരു കരുത്ത് നമുക്ക് ഉണ്ടാകും. ഒന്നിനെയും പേടി ഉണ്ടാവില്ല. ഇനിയോ ആൾബലത്തെ, എനിക്ക് ഇഷ്ടം പോലെ നൂറുകണക്കിന് ആൾക്കാരുടെ പിന്തുണയുണ്ട്. ഇനി വേറെന്തെങ്കിലും ബലത്തെ, രാഷ്ട്രീയ അങ്ങനെ എന്തെങ്കിലും സ്വാധീനത്തെ, സാപേക്ഷമായ ബലത്തെ ആശ്രയിച്ചുള്ള കരുത്താണ് നമുക്കുള്ളത്. ഇപ്പൊ നമ്മളിങ്ങനെ പറയും, അയ്യോ അയാൾ എത്ര വലിയ ധൈര്യശാലിയാണ്, അയാൾ ഒന്നിനും കുലുങ്ങില്ല എന്ന് പറയും. എന്തുകൊണ്ട് കുലുങ്ങുന്നില്ല? പുള്ളിക്കാരനറിയാം ഞാൻ എന്ത് കേസപ്പെട്ട രക്ഷപ്പെടുത്താനുള്ള വക്കീലന്മാരുണ്ട്, പൈസയുണ്ട്. അങ്ങനെ മറ്റു പല കരുത്തിന്റെ ആധാരത്തിലാണ് പുള്ളിക്കാരൻ കരുത്തരായിരിക്കുന്നത്. പക്ഷെ ഈ കരുത്ത് അങ്ങനെയല്ല, നിരപേക്ഷമായ കരുത്താണ്. ഒന്നിനെയും ആശ്രയിക്കാതെ ആന്തരികമായ കരുത്തിൽ ഉറച്ചു നിൽക്കുക. ലോകം കുലുങ്ങിയാലും ദേഹം കുലുങ്ങില്ല. അത്ര കരുത്താണ് ഒരു ബ്രഹ്മചര്യത്തിൽ നിഷ്ഠ വന്ന ഒരു വ്യക്തിക്ക് ഉണ്ടായിരിക്കുന്നത്. നമ്മളെല്ലാ മഹാത്മാക്കളെയും ചരിത്രം എടുത്തു. ആ മഹാത്മാക്കളുടെ മുമ്പിൽ ലോകം നതമസ്തകനായി തീർന്നത് എന്തുകൊണ്ട്? കേവലം ഒരു കൗപീനം മാത്രം ധരിച്ച് ആ തിരുവണ്ണാമലയിലെ മലയിൽ ഒരു ഗുഹയിൽ ഇരുന്ന രമണ മഹർഷി, ആ രമണ മഹർഷിയുടെ മുമ്പിൽ ലോകം മുഴുവനും വന്ന് തലകുനിച്ചില്ലേ? സ്വാമി തൃപ്പാദങ്ങളുടെ മുമ്പിൽ ലോകം മുഴുവനും വന്ന് തലകുനിച്ചില്ലേ? സ്വാമി തൃപ്പാദങ്ങളുടെ അടുത്ത് ആ മരുത്വാമലയിൽ തപസ് ചെയ്ത് അവിടുന്ന് താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ കയ്യിൽ എന്താണ് ഉണ്ടായിരുന്നത്? കോടിക്കണക്കിന് രൂപയോ അല്ലെങ്കിൽ ആയിരക്കണക്കിന് ആൾക്കാരുടെ പിന്തുണ ഉണ്ടായിരുന്നു. ജീവിതകാലം മുഴുവൻ അവിടുന്ന് സംയമനം ചെയ്ത് നേടിയ കരുത്ത്, ആ കരുത്തിന് മുമ്പിൽ ലോകം മുഴുവനും നതമസ്തകരായി തീർന്നു. അപ്പോ നമ്മൾ ഇന്ന് കരുത്തരാണ്, ലോകത്തിന്റെ നേതാക്കളാണെന്നൊക്കെ പറയുന്ന പലരും അവരുടെ നേതൃത്വ മികവ് എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ എന്താ സാപേക്ഷമായ ബലത്തിന്റെ ആധാരത്തിലുള്ള നേതൃത്വ മികവാണ്. സാപേക്ഷമായ ബലം എന്ന് പറയുമ്പോൾ സൈന്യത്തിന്റെയോ പണത്തിന്റെയോ ആൾക്കാരുടെ ബലത്തെ ആശ്രയിച്ചുള്ള ബലമാണ്. ഇപ്പൊ ഇന്നൊരു വ്യക്തി ഒരു രാജ്യത്തിന്റെ ഏറ്റവും ഉയർന്ന സ്ഥാനത്തേക്ക്, ഇന്നലെ വരെ ഒന്നുമല്ലാതിരുന്ന വ്യക്തി നാളെ രാജ്യത്തിന്റെ ഏറ്റവും ഉയർന്ന സ്ഥാനത്തേക്ക് അവരോധിക്കപ്പെട്ടു എന്ന് കരുതുക.
ആ സ്ഥാനത്തേക്ക് എത്തുന്ന നിമിഷം തന്നെ ആ സ്ഥാനത്തിൽ അദ്ദേഹത്തിന് എന്തൊക്കെയാണോ സൗകര്യങ്ങൾ ലഭിക്കുന്നത് ആ സൗകര്യം മൊത്തം ലഭിക്കുന്നു, സുരക്ഷ മൊത്തം ലഭിക്കുന്നു. ആ സൗകര്യങ്ങളുടെയും സുരക്ഷയുടെയും ആധാരത്തിലാണ് ആ വ്യക്തിക്ക് കരുത്തുള്ളത്. ആ സൗകര്യങ്ങളെയും സുരക്ഷയും മാറ്റിക്കഴിഞ്ഞാൽ വീണ്ടും പഴയ പോലെ സീറോ ആയിട്ട് മാറും. പക്ഷെ ഇതങ്ങനെയല്ല. മഹാത്മാക്കൾ നേടിയ കരുത്ത് ലോകര് അവരുടെ മുമ്പിൽ നതമസ്തകരായി തീർന്നത് അവരുടെ ആന്തരിക തപസ് കൊണ്ടും ബ്രഹ്മചര്യ വ്രതത്തിൽ അവർ നേടിയ അപാരമായ നിഷ്ഠ കൊണ്ടുമാണ്. ആ നിഷ്ഠയാണ് അവരെ നേതൃത്വ സ്ഥാനത്തേക്ക് ഉയർത്തിയത്. അത് നിരപേക്ഷമായ ഫലമാണ്, ഒന്നിനെയും ആശ്രയിക്കാതെയുള്ള ഫലം. മറ്റൊന്നിനെ ആശ്രയിച്ചുള്ള ഫലം ആശ്രയിക്കുന്ന വസ്തുക്കൾ ഇല്ലാതായി കഴിഞ്ഞാൽ കഴിഞ്ഞു. ഇതൊന്നിനെയും ആശ്രയിക്കാതെയുള്ള ഫലമാണ് ഇങ്ങനെ ലഭിക്കുന്നത്. ഇപ്പൊ ഗുരു പറയുകയാണ്, അവിഛിന്ന ബ്രഹ്മചര്യ പ്രശസ്തി മതിശാലിനോ. അവിഛിന്നമായ ബ്രഹ്മചര്യ വ്രതത്തിൽ, ഉറച്ച ബ്രഹ്മചര്യ നിഷ്ഠയിൽ നിഷ്ഠ നേടിയ ആളുകൾ അവർക്ക് ശ്രേഷ്ഠമായ ഒരു ബുദ്ധി വീക്ഷണം കൈവരുന്നു. അതിലൂടെ ജനങ്ങളുടെ നോട്ടത്തില് അല്ലെങ്കിൽ ജനങ്ങളുടെ നേതൃത്വ സ്ഥാനത്തേക്ക് അവർ അവരോധിക്കപ്പെടുന്നു എന്ന് ഗുരു പറയുന്നു. ഇനി 131 ശ്ലോകത്തില് ഗുരുദേവൻ സന്യാസാശ്രമത്തെ കുറിച്ചൊരു സൂചന നൽകുകയാണ്. അവിടെ പറയുന്നു, സുധർമ്മം സംവിധായൈവ ഗാർഹസ്ഥ്യാദ് വിനിവർത്തയേത് സമ്പൂർണ്ണ ഷഷ്ടിവർഷശ്ചേത് സന്യസേത് സ്വേച്ഛയാ തതഃ. ഒന്നുകൂടി വായിക്കാം. സ്വധർമ്മം സംവിധായൈവ ഗാർഹസ്ഥ്യാദ് വിനിവർത്തയേത് സമ്പൂർണ്ണ ഷഷ്ടിവർഷശ്ചേത് സന്യസേത് സ്വേച്ഛയാ തതഃ. പറയുന്നു, സ്വധർമ്മം സംവിധായ ഏവ ഗാർഹസ്ഥ്യാദ് വിനിവർത്തയേത് സമ്പൂർണ്ണ ഷഷ്ടിവർഷ ചേത് സ്വേച്ഛയാ തഥ സന്യസേത്. തൻ്റെ സ്വധർമ്മത്തെ, സ്വധർമ്മം മീൻസ് ഗൃഹസ്ഥാശ്രമ കാലത്തിൽ കുടുംബപരമായി നിർവഹിക്കേണ്ടുന്ന എല്ലാ പ്രകാരത്തിലുമുള്ള ഉത്തരവാദിത്തങ്ങളെ, ആ ഉത്തരവാദിത്തങ്ങളെല്ലാം തന്നെ നിറവേറ്റിയതിനു ശേഷം എന്ത് ചെയ്യണം? സമ്പൂർണ്ണ ഷഷ്ടിവർഷം, 60 വയസ്സ് പൂർത്തിയാകുമ്പോൾ, 60 വയസ്സ് തികയുമ്പോൾ തതഃ സന്യസിക്കണം എന്ന് ഗുരു പറയും. അപ്പൊ 60 വയസ്സ് കഴിഞ്ഞാൽ എല്ലാവരോടും പോയിട്ട് സന്യസിക്കാനാണോ പറയുന്നത്? അല്ല, സ്വേച്ഛയ എന്ന് പറയുന്നു. സ്വേച്ഛയ മീൻസ് നമ്മുടെ ഉള്ളിൽ ഉള്ള താല്പര്യങ്ങളും നമ്മുടെ ഉള്ളിലുള്ള ഇച്ഛ അനുസരിച്ച് ഗൃഹസ്ഥാശ്രമ കാലത്തെ എല്ലാ കടമകളെയും കർത്തവ്യങ്ങളെയും സ്വധർമ്മ ആചരണത്തെയും പരിപൂർണമായും നിർവഹിച്ചതിന് ശേഷം നമ്മുടെ ഉള്ളിൽ നിന്ന് തോന്നുകയാണ്, ഇനി എനിക്ക് പൂർണ്ണമായിട്ടും ഈശ്വരന്റെ മാർഗത്തിലേക്ക് പോകാം. എന്തായാലും മരിക്കും, അനന്തമായിട്ട് ജീവിക്കാൻ പോകുന്നില്ല. ഒരു 10-60 വയസ്സ് കഴിഞ്ഞാൽ ഇനിയും ഒരു 50 വയസ്സ് കൂടി ജീവിക്കാം എന്ന് നമ്മൾ ആരും കരുതുന്നില്ല. അപ്പൊ ശേഷിക്കുന്ന കുറച്ച് കാലഘട്ടമെങ്കിലും പൂർണ്ണമായിട്ടും ഈശ്വരീയമായി ജീവിച്ചു. ഇപ്പൊ ഞാൻ മരിച്ചാലും മരിച്ചില്ലെങ്കിലും ഇവരൊക്കെ ഈ ഭൂമി തന്നെ ഉണ്ടാകും, ഇവർക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അപ്പൊ ശേഷിക്കുന്ന കാലഘട്ടം ഒരു ഭഗവത് സ്മൃതിയോട് കൂടി ജീവിക്കണം. അതിനെന്ത് വേണം? വ്യാവഹാരികമായ ചില ലക്ഷണങ്ങളെയും ഒക്കെ ഞാൻ അണിയണം. ഞാനൊരു പൂർണ്ണമായിട്ട് ഈശ്വരീയ മാർഗത്തിൽ പോകുന്ന വ്യക്തിയാണെന്ന് ലോകരെ അറിയിക്കാം. അങ്ങനെ ലോകരെ അറിയിച്ചു കഴിഞ്ഞാൽ ലോകര് എന്നോട് അപ്രകാരത്തിൽ വ്യവഹരിക്കും. അപ്പൊ എനിക്ക് എന്റെ മാർഗത്തിൽ പോകാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെ ഒരു മനസ്സിൽ ആഗ്രഹങ്ങളൊക്കെ വന്ന് സ്വേച്ഛയാ സന്യസിക്കണം എന്ന് ഗുരു പറയാം. ഈ സന്യാസം എന്നത് ഭാരതീയ സംസ്കാരത്തിന്റെ വലിയൊരു ആധാരശിലയാണ് സന്യാസ ധർമ്മം എന്നുള്ളത്. അതിൽ ആദ്യമായിട്ടൊരു സന്യാസ സംഘത്തെ ഉണ്ടാക്കുന്നത് ബുദ്ധഭഗവാനാണ്. ഭിക്ഷു സംഘം എന്ന പേരിൽ ബുദ്ധഭഗവാൻ ഒരു സന്യാസ സംഘത്തെ 12,000 കൊല്ലം ഉണ്ടാക്കിയിട്ടുണ്ട്, ബുദ്ധ ഭിക്ഷുക്കൾ. അതിനുശേഷം നമ്മൾ ഇന്ന് കാണുന്ന വ്യാപകമായ വ്യത്യസ്തമായ ആശ്രമങ്ങളിലുള്ള സന്യാസിമാർ. ഇപ്പൊ കേരളീയർക്ക് സന്യാസിമാരെ കുറിച്ച് അത്ര അറിയില്ല, കാരണം സന്യാസിമാരെ വളരെ കുറച്ചേ കാണുന്നുള്ളൂ. ഗുരുഭക്തര് ശിവഗിരിയുമായി ബന്ധപ്പെട്ട് സന്യാസിമാരെ കാണുന്നുണ്ട്, അല്ലാതെ സാമാന്യ തരത്തിൽ കേരളീയർ വളരെ കുറച്ച് സന്യാസിമാർ, ഏതാണ്ട് ഒരു 100-300 താഴെ സന്യാസിമാരെ ഈ 3.5 കോടി ജനങ്ങളുടെ കേരളത്തിലുള്ളൂ. പക്ഷെ വടക്കേരിയിൽ അങ്ങനെയല്ല, ലക്ഷക്കണക്കിന് സന്യാസിമാരാണ്. ഇപ്പൊ വടക്കേരിയിൽ കുംഭമേള നടന്നു. കുംഭമേള നടത്തിയത് അഖാഡകളാണ്. 10-12 അഖാഡകളുണ്ട്. അതിലൊരു അഖാഡയാണ് ജൂന അഖാഡ എന്ന് പറയുന്നത്, ഒരു സംഘടനയാണ്. ആ ജൂന അഖാഡ എന്ന് പറയുന്നത് സന്യാസ സംഘമാണ്. ആലോചിക്കണം, പല ആശ്രമങ്ങളിലും 50-100 സന്യാസിമാരുണ്ടായാലായി. 10-15 1-2 സന്യാസിമാരെ മാത്രമേ വലിയ പ്രസ്ഥാനമുള്ളൂ. പക്ഷെ ജൂന അഖാഡ എന്ന് പറയുന്ന സന്യാസ സംഘത്തില്
12 ലക്ഷം സന്യാസിമാരുണ്ട്. എത്രയാ? 12 ലക്ഷം. അവിടൊക്കെ ലക്ഷക്കണക്കിന് സന്യാസിമാരുണ്ട്. അപ്പൊ അവിടുത്തെ വടക്കേന്ത്യയിലെ ജനങ്ങൾക്ക് സന്യാസം എന്താണെന്ന് അവർക്ക് യാതൊരു അപരിചിതവും ഇല്ല. അവർക്കറിയാം. അവർ കുഞ്ഞുനാൾ മുതലേ സന്യാസിമാരെ കണ്ട് വളർന്ന ആൾക്കാരാണ്. നമ്മൾ ഈ കാവ്യ വസ്ത്രം ധരിച്ച് ഡൽഹിയിലോ അല്ലെങ്കിൽ യുപിയിലോ അല്ലെങ്കിൽ രാജസ്ഥാനിലോ പൊതുസ്ഥലത്തൂടെ നമ്മൾ സഞ്ചരിക്കാന്ന് കരുതുക. ആരും നമ്മളെ പ്രത്യേകിച്ച് ഒരു കൗതുക ഭാവത്തിൽ നോക്കില്ല. ആരും നോക്കില്ല. കാരണം അവർക്കറിയാം അവർ സന്യാസത്തിലേക്ക് പോകുന്നു. പക്ഷെ നമ്മൾ കേരളത്തിലേക്ക് സാമാന്യമായിട്ട് ഈ വസ്ത്രം ധരിച്ച് പോയി നോക്കി നോക്കും. എല്ലാവരും ഇങ്ങനെ തുറിച്ചു നോക്കും. ഇവരാരാണ്, ഇവരെവിടുന്ന് വന്നു, ഇങ്ങനെയൊക്കെ തുറിച്ചൊരു വലിയൊരു കൗതുകത്തോട് നോക്കും. കാരണം എന്തുകൊണ്ടാണ്? കേരളീയർക്ക് സന്യാസത്തെ കുറിച്ച് അത്ര, ആ ഒരു കൾച്ചറിനെ കുറിച്ച് അത്ര അറിയാത്തതുകൊണ്ടാണ്. ആ പറഞ്ഞു വന്നത്, ആ സന്യാസം എന്നുള്ള രീതിയിൽ നമ്മൾ ഇന്ന് കാണുന്നത് ശങ്കരാചാര്യ സ്വാമികൾ സ്ഥാപിച്ച ദശനാമി സമ്പ്രദായം, ബുദ്ധ ഭഗവാന് ശേഷം ദശനാമി സമ്പ്രദായത്തിലെ സന്യാസിമാരെ കാണുന്നത് ഒരുപാട് പേര്. ഗുരുദേവൻ അതിനുശേഷം സ്വതന്ത്രമായൊരു സന്യാസംഘത്തെ ഉണ്ടാക്കിയിട്ടുണ്ട്, ധർമ്മസംഘം എന്ന പേര്. അപ്പൊ ആ ധർമ്മസംഘം ഒരു സ്വതന്ത്രമായ സന്യാസ സംഘമാണ്. അത് ഏതെങ്കിലും ഒരു സന്യാസ സംഘത്തിന്റെ പരമ്പരയായിട്ട് വരുന്നതല്ല. പരിപൂർണമായിട്ട് ഗുരുവിനാൽ കൽപ്പിക്കപ്പെട്ടുണ്ടായ ഒരു സ്വതന്ത്രമായ സന്യാസ സംഘമാണ് ധർമ്മസംഘം എന്നുള്ള പേര്. അപ്പൊ അങ്ങനെയും സന്യാസിമാരുണ്ട്. അപ്പൊ നമ്മൾ കായ്വസ്ത്രത്തേക്ക് അണിഞ്ഞ് ചില ലക്ഷണങ്ങളെ, സന്യാസത്തിനായ ചില ലക്ഷണങ്ങളെ അണിഞ്ഞ് കായ്വസ്ത്രം അണിയുന്നു, മുണ്ടനം ചെയ്യുന്നു, അല്ലെങ്കിൽ മുടിയും താടിയും നീട്ടി പറത്തുന്നു. ഇങ്ങനെയുള്ള സന്യാസിമാരെ പറയുന്ന പേരാണ് വ്യാവഹാരിക സന്യാസി എന്നുള്ളത്. സന്യാസം രണ്ട് പ്രകാരത്തിലുള്ള, ഒന്ന് പാരമാർത്ഥിക സന്യാസം, രണ്ട് വ്യാവഹാരിക സന്യാസം. പാരമാർത്ഥികമായിരിക്കുന്ന സന്യാസത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വ്യാവഹാരികമായ സന്യാസത്തെ സ്വീകരിച്ചത്. പാരമാർത്ഥികമായ സന്യാസം എന്ന് പറയുമ്പോൾ അവിടെ ഏത് വേഷം ധരിച്ചാലും എന്ത് ധരിച്ചാലും ഒരു വിഷയമില്ല. കുടുംബത്തിൽ ഇരുന്നു കൊണ്ട് മക്കളുടെയും ഭർത്താവിന്റെയും കൂട്ടത്തിൽ ഒരാൾക്ക് സന്യാസിനിയായി ജീവിക്കാം, സന്യാസിയായി ജീവിക്കാം. കാരണം സന്യാസം എന്നുള്ളത് ആന്തരിക വൃത്തിയാണ്. ആ വാക്കിന്റെ അർത്ഥം നോക്കൂ. അസ് എന്നുള്ള ധാതുണ്ട് സംസ്കൃതത്തിൽ. അസ് എന്നുള്ള ധാതുവിന്റെ അർത്ഥം അസ് ഭുവി, ഉണ്ട് എന്നുള്ള അർത്ഥത്തിൽ അസ് ധാതു പ്രയോഗിക്കാറുണ്ട്. അതേപോലെ ക്ഷേപണം ചെയ്യുക. ക്ഷേപണം മീൻസ് എന്താണ്? എറിയുക. വിക്ഷേപണം എന്ന് പറയാറില്ല, എറിയുക. എറിയുക എന്നുള്ള അർത്ഥത്തിൽ അസ് ധാതു പ്രയോഗിക്കാറുണ്ട്. ഒരു കല്ലെടുത്ത് എറിഞ്ഞു, അങ്ങനെ എറിയുക എന്നുള്ള അർത്ഥത്തിൽ അസുധാതു ഉണ്ട്. പക്ഷെ ആ അസുധാതുവിനോട് നീ എന്നുള്ളൊരു ഉപസർഗം ചേരുന്നു. നീ പ്ലസ് അസ് എന്താണ്? ന്യസ് എന്നായിട്ട് മാറും. ന്യസ്. നീ എന്നുള്ള ഉപസർഗം യസ്സിനോട് ചേർന്ന് കഴിഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം വെക്കുക എന്നാണ്. വെക്കുക. ഒരു പുസ്തകം എടുത്തൊരു മേശയിൽ വെച്ചു, അതിനാണ് ന്യസ് എന്ന് പറയുന്നത്. അതിന്റെ കൂടെ മറ്റൊരു ഉപസർഗവും ചേർത്ത് സം എന്ന് പറയുന്നത്, സമ്യക്. സം പ്ലസ് നീ പ്ലസ് അസ്, ഇതാണ് സന്യാസമായിട്ട് മാറിയത്. അപ്പൊ എന്താ ആ വാക്കിന്റെ അർത്ഥം? ശ്രേഷ്ഠമായ രീതിയിൽ വെക്കുക. അസ് എന്ന് പറഞ്ഞാൽ എറിയുക, അതിന്റെ കൂടെ നീ ചേർത്തു, അപ്പൊ നെസ്സായി മാറി. നെസ് എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്തായിട്ട് മാറി? വെക്കുക എന്നായിട്ട് മാറി. അതിന്റെ കൂടെ സമ്മ് ചേർത്തു. സമ്മ് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ വെക്കുക. സന്യാസം, നല്ല രീതിയിൽ വെക്കുക. നല്ല രീതിയിൽ എന്ത് എവിടെ വെക്കണം? ഒരു പുസ്തകം എടുത്ത് മേശയിൽ വെച്ചു, ഒരു കസേര എടുത്ത് സ്റ്റേജിൽ വെച്ചു. അതേപോലെ നല്ല രീതിയിൽ എന്ത് എവിടെ വെക്കണം? ബ്രഹ്മണി, പരിപൂർണമായും ഈശ്വരനിൽ നമ്മുടെ മനസ്സിനെ വെക്കാൻ കഴിഞ്ഞാൽ പരിപൂർണമായിട്ടും അതിനെയാണ് എന്തു പറയുന്നത്? സന്യാസം എന്ന് പറയുന്നത്. ആ സന്യാസ വൃത്തി ഒരാൾക്ക് ഉണ്ടാകണമെങ്കിൽ ആ വ്യക്തി ഒന്നിനെയും ഉപേക്ഷിക്കേണ്ട, എവിടെയും പോകേണ്ട, എവിടെ ഇരുന്നു കൊണ്ട്, ഏത് സ്ഥലത്ത് ഇരുന്നു കൊണ്ട്, പാന്റ് ധരിച്ചാലും ശരി, ഷൂസ് ധരിച്ചാലും ശരി, ഷർട്ട് ഇട്ടാലും ശരി, എന്തായാലും ശരി, ആ വ്യക്തിയുടെ ആന്തരിക ഭാവത്തിൽ ആ വ്യക്തി പരിപൂർണമായിട്ടും ഈശ്വരനിൽ തന്റെ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തി സന്യാസിയാണ്. ആ വ്യക്തി എന്തു പറയുന്നു? പാരമാർത്ഥിക സന്യാസി എന്ന് പറയുന്നു. അങ്ങനെ പാരമാർത്ഥിക സന്യാസിമാരായിട്ടുള്ള ഒരുപാട് പേര് നമ്മുടെ അടുത്തുണ്ടാകും. നമുക്കറിയില്ല. നമ്മൾ അയാളുടെ ബാഹ്യമായ രീതിയെ കാണുമ്പോൾ ഒരു സാധാരണക്കാരനെ പോലെ തോന്നും. പക്ഷെ അയാൾ ആന്തരികമായിട്ട് പാരമാർത്ഥിക സന്യാസിയായിരിക്കും. ഈ പാരമാർത്ഥികമായ സന്യാസത്തിലേക്ക് എത്താനുള്ള ഒരു മാർഗമാണ് വ്യവഹാര സന്യാസം. ആ വ്യവഹാര സന്യാസത്തിൽ നമ്മൾ ചില ലക്ഷണങ്ങളെ ധരിക്കുന്നു. എന്തൊക്കെ ലക്ഷണങ്ങൾ ധരിക്കുന്നു? വസ്ത്രത്തെ ധരിക്കുന്നു, കാൽ വസ്ത്രമോ അല്ലെങ്കിൽ കാവ്യമായിട്ട് ചേർന്നിരിക്കുന്ന മറ്റു വസ്ത്രങ്ങൾ ധരിക്കുന്നു. രുദ്രാക്ഷമാലയോ
എന്തെങ്കിലും നമ്മൾ ആ ലക്ഷണങ്ങളെ ധരിച്ച് ഒരു ദീക്ഷാ സമ്പ്രദായത്തിൽ സന്യാസം നേടിയെടുക്കുന്നതിനാണ് വ്യാവഹാരിക സന്യാസം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഈ വ്യാവഹാരിക സന്യാസത്തിന്റെ ലക്ഷ്യം? പാരമാർത്ഥികമായ സന്യാസത്തിലേക്ക് ഉയരുക. കൂടാതെ നമ്മൾ കായ്വസ്ത്രവും മറ്റും ധരിച്ച് ഒരു സന്യാസ ലക്ഷണങ്ങളാൽ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ സമൂഹം തന്നെ നമുക്കൊരു മര്യാദ കൽപ്പിക്കും. സമൂഹം തന്നെ നമുക്കൊരു അളവിനെ കൽപ്പിക്കും. അങ്ങൊരു സന്യാസിയാണ്, അങ്ങ് ആ വഴിക്ക് അങ്ങനെ പോകാൻ പാടില്ല, അങ്ങ് ഇതിലേ പോകാൻ പാടില്ല. അങ്ങൊരു സന്യാസിയായിരുന്നിട്ടും അവരോട് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുമോ എന്നൊക്കെ സമൂഹം തന്നെ നമുക്കൊരു മാനദണ്ഡം കൽപ്പിക്കും. അത് നമ്മുടെ സുരക്ഷയ്ക്ക് കാരണവുമാണ്. മാത്രമല്ല സമൂഹത്തിന് അറിയാം ഇദ്ദേഹം ഒരു സന്യാസിയാണ്, അതുകൊണ്ട് ഇദ്ദേഹത്തോട് ഞാൻ ഇപ്രകാരം സംസാരിക്കാൻ പാടില്ല, ഇദ്ദേഹത്തിന് ഇപ്രകാരമുള്ള ഭക്ഷണം കൊടുക്കാൻ പാടില്ല, ഇദ്ദേഹത്തിന് ഇപ്രകാരമുള്ള താമസ സൗകര്യം കൊടുക്കാൻ പാടില്ല. ഗുരു മുന്നോട്ട് സന്യാസാശ്രമത്തിൽ പറയുന്നുണ്ട് ഒരു സന്യാസി എവിടെയൊക്കെ താമസിക്കണം എന്നുള്ളത്. അപ്പൊ ജനങ്ങൾക്കും നമ്മളോട് വ്യവഹരിക്കാൻ സൗകര്യമാണ്, നമുക്കും ജനങ്ങളോട് വ്യവഹരിക്കാൻ സൗകര്യമാണ്. നേരെ മറിച്ച് നമ്മൾ കായ് വസ്ത്രത്തെ മാറ്റി ഒരു പാന്റും ഷർട്ടും അണിഞ്ഞു കഴിഞ്ഞാൽ, ഒരു വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം നമുക്ക് തരും, നമ്മളത് കഴിക്കേണ്ടി വരും. നേരെ മറിച്ച് ഈ വസ്ത്രം ധരിച്ച് പോയി കഴിഞ്ഞാൽ അവർക്കറിയാം ഇദ്ദേഹം ഒരു സന്യാസിയാണ്, സന്യാസി ഇന്ന ഭക്ഷണമേ കഴിക്കൂ, ഇന്ന കാര്യങ്ങളിൽ കുടിക്കൂ, ഇന്ന സ്ഥലത്തെ ഉറങ്ങും. അപ്പൊ അതിനനുസരിച്ച് അവരും വ്യവഹാര സൗകര്യം ഏർപ്പെടുത്തും. അപ്പൊ സമൂഹത്തിനും നമുക്കും ഒരു പരസ്പരം ഒരു കാഴ്ചപ്പാട് വരും. അപ്പൊ അങ്ങനെയും ഒരു ഗുണമാണ്. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കുക, കായ് വസ്ത്രം ധരിക്കുക എന്നുള്ളത് പാരമാർത്ഥികമായ സന്യാസമല്ല. പാരമാർത്ഥികമായ സന്യാസത്തിലേക്ക് ഉയരാൻ വേണ്ടി നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുന്നതാണ്. അപ്പൊ അങ്ങനെ ഒരു ദീക്ഷാ സമ്പ്രദായത്തിൽ ദീക്ഷയെ നേടി കാവ്യ വസ്ത്രത്തെ അണിഞ്ഞ് ആശ്രമത്തിൽ ഉപാസനാപരമായ ജീവിതം നയിക്കാം. എപ്പോൾ 60 വയസ്സ് പൂർത്തിയായി കഴിഞ്ഞാൽ, അതും സ്വന്തം ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം. ചുമ്മാ നമ്മൾ പോയിട്ട് ആരുടെയെങ്കിലും നിർബന്ധം കൊണ്ട് അല്ലെങ്കിൽ ഒരു തമാശയൊക്കെ ചെയ്യരുത്. സ്വേച്ഛയ തതഹ സന്യസ്യേത് എന്ന് ഗുരു പറയുന്നു. ഇനി അടുത്ത ശ്ലോകം നോക്കൂ. അനുഷ്ഠായ ബ്രഹ്മചര്യം ഗാർഹസ്ഥ്യം ച യഥാവിധി സധാരോ യസ്ത്യജേദ്ദേഹം പ്രാജ്ഞോയം ഋഷിരിഷ്യതേ. ഒന്നുകൂടി വായിക്കാം. അനുഷ്ഠായ ബ്രഹ്മചര്യം ഗാർഹസ്ഥ്യം ച യഥാവിധി സധാരോ യസ്ത്യജേദ്ദേഹം പ്രാജ്ഞോ അയം ഋഷിരിഷ്യതേ. പറയുന്നു ഈ വ്യക്തി വളരെയധികം ബുദ്ധിശാലിയാണ്, ഋഷിയാണ്, മുനിയാണ്, വളരെ ബുദ്ധിമാനാണ്. ആരാണ്? ഗുരു പറയാണ് ഏതൊരു വ്യക്തിയാണോ ബ്രഹ്മചര്യം അനുഷ്ഠായ, ബ്രഹ്മചര്യാശ്രമ കാലത്തിൽ ഗുരുകുല സമ്പ്രദായത്തിൽ താമസിച്ച് ബ്രഹ്മചര്യ വ്രതത്തെ പാലിച്ച് അതിനുശേഷം വിവാഹ സംസ്കാരം ചെയ്തതിനു ശേഷം സധാര ഭാര്യയോടൊത്ത് ഗൃഹസ്ഥാശ്രമ ധർമ്മത്തെ അനുഷ്ഠിച്ച് അതിനുശേഷം ഗൃഹസ്ഥാശ്രമ ധർമ്മത്തെയും അനുഷ്ഠിച്ച് അതിനുശേഷം സന്യാസത്തെയൊക്കെ സ്വീകരിച്ച് അങ്ങനെ ജീവിക്കുന്ന ആളുകളെയാണ് എന്ത് പറയുന്നത്? ഋഷി ഇഷ്യതി എന്ന് പറയുന്നത്. ഋഷി, ബുദ്ധിമാൻ, ബുദ്ധിശാലി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വ്യക്തി ബ്രഹ്മചര്യാശ്രമ കാലത്തിൽ ബ്രഹ്മചാരിയായിട്ട് ജീവിച്ചു, അതിനുശേഷം വിവാഹ സംസ്കാരം ചെയ്യാതെ നേരിട്ട് സന്യാസിലേക്ക് അടുത്തു. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതിന്റെ സാഹചര്യമൊക്കെ പറഞ്ഞു. എന്തുകൊണ്ടാണ് നമുക്ക് വിവാഹം കഴിക്കാതെയും നേരിട്ട് സന്യാസിലേക്ക് പോകാനുള്ള സാഹചര്യം എങ്ങനെ ഉണ്ടായി നമ്മൾ ചിന്തിച്ചു. അപ്പൊ അങ്ങനെ വിവാഹ സംസ്കാരം ചെയ്യാതെ സന്യാസത്തിലേക്ക് പോയ വ്യക്തിയേക്കാൾ ബുദ്ധിമാനും ശ്രേഷ്ഠനുമാണ് വിവാഹ സംസ്കാരം ചെയ്ത് പിന്നീട് സന്യാസ ധർമ്മത്തിലേക്ക് പോകുന്ന ഒരാൾ. അതായത് ബ്രഹ്മചാരിയായി അതിനുശേഷം കുടുംബസ്ഥരായിരുന്ന എല്ലാ കാര്യങ്ങളും ഭംഗിയായി ചെയ്തു അതിനുശേഷം മറ്റുള്ള ആശ്രമങ്ങൾ സ്വീകരിക്കുന്ന വ്യക്തിയാണ് ഏറ്റവും ബുദ്ധിമാൻ എന്ന് പറയും. അത് എന്തുകൊണ്ടാണ്? കാരണം ബ്രഹ്മചാരിയായിരുന്നൊരു വ്യക്തി, ആ വ്യക്തി വിവാഹ സംസ്കാരത്തിലേക്ക് പോകാതെ സന്യാസം എടുത്തു കഴിഞ്ഞാൽ ആ വ്യക്തിയിൽ ഭാവിയിൽ ഒരു പതനത്തിനൊരു സാധ്യതയുണ്ട്. കാരണം എന്തുകൊണ്ടാണ്? ഒരു ഗൃഹസ്ഥാശ്രമിയുടെ ജീവിത അനുഭവങ്ങൾ, ആ ജീവിത അനുഭവങ്ങൾ ഒരിക്കലും ഒരു ബ്രഹ്മചര്യ ആശ്രമത്തിൽ നിന്ന് നേരിട്ട് സന്യാസത്തിലേക്ക് പോയ വിവാഹ സംസ്കാരം ചെയ്യാത്തൊരു വ്യക്തിക്ക് ഉണ്ടാവില്ല. വിവാഹ സംസ്കാരം ചെയ്യാത്തൊരു വ്യക്തിയുടെ ഉള്ളിൽ എപ്പോഴും ഒരു കൗതുകത്തിന്റെ ഒരു അവശേഷിപ്പ് ഉണ്ടാവും. താൻ പല കാര്യങ്ങളെയും ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ല. അനുഭവിക്കാത്തത് കൊണ്ട് തന്നെ എപ്പോഴും സൂക്ഷ്മമായിട്ട്, വളരെ സൂക്ഷ്മം, നമ്മൾ എത്ര വലിയ വീരവാദം പറഞ്ഞാലും അന്ധകരണത്തിൽ നമ്മൾ പോലും അറിയാതെ സൂക്ഷ്മമായിട്ടൊരു കൗതുകം ഉണ്ടാവും. ആ കൗതുകം എന്ത് ചെയ്യുന്നു? ആ കൗതുകം ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമ്മെ അധപ്പതിപ്പിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ ഒരു ഗൃഹസ്ഥാശ്രമം എങ്ങനെയല്ല, ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങളെ നേരിട്ടു.
കഠിനമായ സാഹചര്യത്തെ നേരിട്ടു. അതേപോലെ ഭാര്യാസമേതനായി ജീവിച്ചു. ഗുരു പറയുന്നു സധാര എന്ന് പറയുമ്പോൾ ഭാര്യയോടൊത്ത് ജീവിച്ചു. അതുകൊണ്ട് ജീവിതാനുഭവങ്ങൾ അദ്ദേഹത്തിന് ഉള്ളത് കൊണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ചൊരു കൗതുകമില്ല, എന്തൊക്കെയാണെന്നുള്ള അറിയാനുള്ള കൗതുകമില്ല. ഈ കൗതുകം ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിന് കൂടുതലായിട്ട് അദ്ദേഹത്തിന്റെ സന്യാസ വൃത്തിയിൽ ഉറച്ചിരിക്കാൻ സാധിക്കും. പക്ഷെ വിവാഹ സംസ്കാരം ചെയ്യാത്തൊരു വ്യക്തിയുടെ ഉള്ളിൽ കൗതുകമുള്ളത് കൊണ്ട്, ജിജ്ഞാസയുള്ളത് കൊണ്ട് ചിലപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ആ വ്യക്തി ആ കൗതുകത്തെ അന്വേഷിക്കാൻ വേണ്ടി തന്റെ ധർമ്മത്തെ മറക്കാനൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് ഏറ്റവും ബുദ്ധിമാൻ എന്ന് പറയുന്നത് എന്താണ്? ഏറ്റവും ബുദ്ധിമാൻ ബ്രഹ്മചര്യ ഗുരുകുലവാസത്തിന് ശേഷം കല്യാണം കഴിച്ച് കുടുംബസ്ഥനായി നല്ല രീതിയിൽ കുടുംബധർമ്മങ്ങളെ പരിപാലിച്ച് ജീവിച്ച് അതിനുശേഷം സന്യാസത്തെ സ്വീകരിക്കുന്ന വ്യക്തിയാണ് ഏറ്റവും ബുദ്ധിമാനെന്ന് ഗുരു എടുത്തു പറയുന്നു. നോക്കൂ, അടുത്ത ശ്ലോകം നോക്കൂ. നിഷ്കാമ കർമ്മ നിരതേ ജഗദസേവനേ യാച്ച മോക്ഷേ വിഹായൈതേ നയതീനാം സ്പൃഹോജിത. ഗുരു പറയാം, നിഷ്കാമ കർമ്മ നിരതേ ജഗദസേവനേ യാച്ച മോക്ഷേ വിഹായൈതേ നയതീനാം സ്പൃഹോജിത. അതിന്റെ അർത്ഥമാണ്, നിഷ്കാമ കർമ്മ നിരതേ ജഗതഃ സേവനേ യാ മോക്ഷേച യാ ഏതേ വിഹായ സ്പൃഹ യതീനാം ന ഉചിത. ഋഷിമാർക്ക്, സന്യാസിമാർക്ക് ഈ ലോകത്തില് രണ്ട് പ്രകാരത്തിലുള്ള ആഗ്രഹങ്ങളെ വെക്കാം എന്ന് ഗുരു പറയുന്നു. ഒന്ന് ആത്യന്തികമായ ദുഃഖനിവൃത്തി എന്നറിയപ്പെടുന്ന മോക്ഷമാണ്. ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യമാണ് മോക്ഷം. മോക്ഷം എന്താണ്? മരണാനന്തരം ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി ലയിച്ചു ചേരുന്ന അവസ്ഥയല്ല മോക്ഷം. ആത്യന്തിക ദുഃഖനിവൃത്തിയാണ്. എല്ലാ പ്രകാരത്തിലുള്ള ദുഃഖത്തിൽ നിന്നും എന്നേക്കുമായിട്ടുള്ള പരിപൂർണമായ മോചനത്തെയാണ് മോക്ഷം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ആ മോക്ഷത്തെ നേടുക എന്നുള്ള ആഗ്രഹവും വെക്കാം. അതേപോലെ തന്നെ എന്ത് വെക്കാം? ധർമാർത്ഥ കാമങ്ങളെ സമ്പാദിക്കണം എന്നുള്ള ആഗ്രഹങ്ങളും വെക്കാം. പുരുഷാർത്ഥ ചതുഷ്ടയമാണ് ധർമ്മം, അർത്ഥം, കാമമോക്ഷം. ഈ ധർമാർത്ഥ കാമമോക്ഷങ്ങളെയും നേടിയെടുക്കണം. അതേപോലെ ആത്യന്തിക ദുഃഖനിവൃത്തിയാകുന്ന മോക്ഷം, ആ മോക്ഷത്തെയും നേടിയെടുക്കണം. മീൻസ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മോക്ഷം എന്നുള്ള വാക്കിലൂടെ ധർമാർത്ഥ കാമമോക്ഷങ്ങളിലെ മോക്ഷത്തെ കുറിക്കുന്നു. ധർമാർത്ഥ കാമങ്ങളിലൂടെ ആദ്യത്തെ 3 പുരുഷാർത്ഥങ്ങളെയും കുറിക്കുന്നു. ആ പുരുഷാർത്ഥ ചതുഷ്ടയങ്ങളെ നേടിയെടുക്കുക, ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. ഇതിനെ നേടിയെടുക്കുക എന്നുള്ളതാണ് ഋഷിമാർക്ക്, മുനിമാർക്ക് ഉണ്ടായിരിക്കേണ്ടുന്ന ആഗ്രഹം. മറ്റൊരു ആഗ്രഹവും വെക്കേണ്ടുന്ന കാര്യമില്ല എന്ന് ഗുരു പറയുകയാണ്. അപ്പൊ ഇതിന്റെ അടുത്ത ഭാഗങ്ങള് കർമ്മബന്ധനത്തെയും കർമ്മത്തെയും സംബന്ധിച്ചതാണ്. ആ 2-3 ശ്ലോകം കഴിഞ്ഞാൽ നമ്മൾ 6-ാം അധ്യായത്തിൽ പ്രവേശിക്കും. അപ്പൊ ആ 2-3 ശ്ലോകങ്ങൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ വിചാരം ചെയ്യുന്നതാണ്. തൽക്കാലം ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഉപസംഹരിക്കുന്നു. ഓം തത്സത്. ശ്രീനാരായണ ഗുരു അർപ്പണമസ്തു.